ഓക്കെ, ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. എല്ലാവർക്കും MHMSന്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ സന്തോഷമുണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിലെ ഇങ്ങനെ സൂമിൽ എല്ലാവരുമായിട്ട് കാണാനും സംസാരിക്കാനുമായിട്ടൊക്കെ അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ന്യൂസ് നമ്മളെ കാത്തിരിക്കുകയാണ്. DXN കമ്പനിയിലെ DXN പ്രവർത്തകരെയും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഒക്കെ ഒരുപാട് നല്ല നല്ല വാർത്തകൾ നമ്മളെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഒരു സന്തോഷം. അപ്പോൾ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. DXന്റെ പുതിയ മെമ്പേഴ്സും ഈ പ്രോഗ്രാമിൽ കാണുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ പഴയ ആളുകളും ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി പുതിയ മെമ്പേഴ്സിനും അതുപോലെ തന്നെ പഴയ നമ്മുടെ DXന്റെ പഴയ എന്ന് പറയുന്നത് ഒരു മോശമായിട്ട് പറയണല്ല, കുറച്ച് വെറ്ററൻ അല്ലെങ്കിൽ കുറെ കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ആളുകൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ DXN കമ്പനിയെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ എല്ലാവർക്കും പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം പറയുകയാണ്. DXN കമ്പനി 1993 മലേഷ്യയിൽ ആരംഭിച്ച ഒരു കമ്പനിയാണ്. അത് ആരംഭിച്ചത് ഡോക്ടർ ലെംസിയോജിൻ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ആരംഭിച്ചത്. അദ്ദേഹം ഇതൊരു ഗാനോഡർമ എന്ന് പറയുന്ന ഒരു മഷ്റൂം കൾട്ടിവേറ്റ് ചെയ്ത് അത് പൗഡർ ചെയ്ത് അതിൻ്റെ പൊടിയെടുത്ത് ആ പൊടി ലോകമെമ്പാടും വിപണനം ചെയ്യുന്ന ഒരു കമ്പനി അദ്ദേഹം ഫോം ചെയ്തു. ആ കമ്പനിയുടെ പേരാണ് DXN. DXN എന്ന് പറഞ്ഞാൽ ഡൈഷാൻ എന്ന് പറഞ്ഞാൽ അതൊരു ചൈനീസ് എക്സ്പ്രഷനാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമായത്, ട്രസ്റ്റ് വർത്തി എന്ന് പറയുന്നത്. ഈ ഒരു കമ്പനി മലേഷ്യയിൽ 93 ആരംഭിച്ച് ഇപ്പോൾ 30 വർഷക്കാലത്തിനുള്ളിൽ തന്നെ കമ്പനി 180+ കൺട്രീസിലേക്ക്, അതായത് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, പുതിയ ഒരാൾക്ക് മനസ്സിലാവും, ഒരു രാജ്യത്ത് തുടങ്ങിയിട്ട് അത് 150 രാജ്യം അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ആ കമ്പനിയുടെ വിശ്വാസയോഗ്യമായ കമ്പനി എന്ന ആ പേരിന് അത് എന്താ പറയുന്നത്, ആ പേര് അതിന് യോജിച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർ ലെൻസിയോജിന്റെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, അതിപ്പോഴും ആ മുദ്രാവാക്യം തുടരുകയാണ്. ഒന്ന്, എല്ലാവർക്കും ആരോഗ്യം കൊടുക്കുക, എല്ലാവർക്കും സമ്പത്ത് കൊടുക്കുക, എല്ലാവർക്കും സന്തോഷം കൊടുക്കുക. കാരണം ഹെൽത്തും വെൽത്തും വരുമ്പോൾ ഹാപ്പിനെസ് വരും എന്നുള്ളതാണ് നമ്മുടെ ഒരു അസംഷൻ. അപ്പൊ ഡോക്ടർ ലെംസിയോജിന് അദ്ദേഹത്തിന്റെ കമ്പനി ഇത്രയും രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ്, മറ്റ് കൺട്രീസ് നിങ്ങൾ എടുത്തു നോക്കുക, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. കുവൈത്ത്, ഖത്തർ, സൗദി അറേബ്യ, ഈ 3 രാജ്യം മാത്രം നിങ്ങൾ എടുക്കുക. ഈ 3 രാജ്യം വളരെ സ്ട്രോങ് ആയിട്ടുള്ള കൺട്രീസ് ആണ്. പിന്നെ ദുബായ്, നമ്മുടെ UAE. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഖത്തർ, കുവൈറ്റ്, സൗദി അറേബ്യ, ഇവിടെയാണ് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന സ്ഥലങ്ങളിലൊന്ന്, 3 രാജ്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രത്തോളം നല്ല ഒരു കമ്പനിയാണ് ഇത്തരം രാജ്യങ്ങളിൽ പ്രവർത്തിക്കണമെങ്കിൽ. ഇനി ഓസ്ട്രേലിയ, കാനഡ, US, അതുപോലുള്ള രാജ്യങ്ങൾ എടുത്തു നോക്കി, സിംഗപ്പൂർ, മലേഷ്യ പിന്നെ ഇതിന്റെ ഹെഡ് ഓഫീസാണ്. ഇന്ത്യയിൽ നമുക്ക് 2 സ്ഥലത്താണ് ഓഫീസ് ഉള്ളത്, ഒന്ന് ഡൽഹിയിലും 2 തമിഴ്നാട്ടിലുമാണ്. സദേൺ ഇന്ത്യ നോക്കാനായിട്ട് തമിഴ്നാടും നോർത്തേൺ റീജിയൻ നോക്കാനായിട്ട് ദില്ലിയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ബൃഹത്തായ ഒരു പ്രോഗ്രാമാണ്. 8 ഫാക്ടറികളാണ് നമുക്ക് DXN കമ്പനിക്ക് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്, 8 ഫാക്ടറികൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട ലോകത്തിലെ ഏറ്റവും വലിയ ഗാനോഡർമ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണെന്ന് നമുക്ക് അഭിമാനിക്കാം. അതും നമ്മുടെ തെലങ്കാന എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. സിദ്ദിപ്പേട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ പറയുന്ന ഓഫീസ്, സോറി, നമ്മുടെ ഫാക്ടറി. ഫാം ഉണ്ട്, ഫാം ലാൻഡ് ഉണ്ട് നമുക്ക്. അങ്ങനെ നമുക്ക് ഒരു 8ഓളം ഫാമും ഫാക്ടറിയും ഒക്കെ ആയിട്ട് 8ഓളം സംരംഭങ്ങളാണ് ഇന്ത്യയിലുള്ളത്. മൊത്തം 16ഓളം ഫാക്ടറികൾ വേൾഡ് വൈഡ് ആയിട്ട് നിൽക്കുന്നു. സൗദി അറേബ്യയിൽ ഇപ്പോൾ ഒരു ഫാക്ടറി നമ്മൾ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ദുബായിൽ ഓൾറെഡി നമുക്ക് ഫാക്ടറി ആയി കഴിഞ്ഞു. സൗദി അറേബ്യയിൽ ഇപ്പോൾ അത് അണ്ടർ കൺസ്ട്രക്ഷനാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും കമ്പനിയുടെ
സ്റ്റാൻഡ് എവിടം വരെ എത്തി എന്നുള്ളതും കമ്പനി എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കി. മലേഷ്യയിലെ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ് DXN. DXൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഇന്റർനാഷണൽ ലെവലിൽ, അതായത് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയും, നമുക്കറിയാൻ പറ്റും. യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലെ ഇംസാം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാൽന്യൂട്രീഷൻ, അണ്ടർ ന്യൂട്രീഷനൊക്കെ വന്നിട്ടുള്ള കുട്ടികൾക്ക് സ്പൈർലീന എന്ന് പറയുന്ന ഒരു ആൽഗെ, ഒരു പായല്, അത് അവർക്ക് ഭക്ഷ്യയോഗ്യമായ രീതിയിൽ ഈ പറയുന്ന അണ്ടർ ന്യൂട്രീഷൻ, മാൽന്യൂട്രീഷൻ വന്ന ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ സംഘടനയ്ക്ക്, ഈ ഓർഗനൈസേഷനുമായിട്ട് ചേർന്നുകൊണ്ട് DXN കമ്പനി $1 1 ചൈൽഡ് ODOC എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം കുട്ടികളെ ദത്തെടുത്ത് ആ 10 ലക്ഷം കുട്ടികൾക്ക് നമ്മൾ സ്പൈർലീന എന്ന് പറയുന്ന ആൽഗെ, അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇന്ന് ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും നമ്പർ 1 ഫുഡ് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും യുണൈറ്റഡ് നേഷൻസും ഒക്കെ വിളിക്കുന്ന ആ സ്പൈർലീന എന്ന് പറയുന്ന സംഭവം 10 ലക്ഷം കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ മേജർ പ്രൊഡക്ഷനിൽ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്പൈർലീന എന്ന് പറയുന്ന ഈ ആൽഗയാണ്. സ്പൈറുലീന എന്ന് പറയുമ്പോഴേക്ക് സ്പൈറൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സ്പൈറൽ ബൈൻഡിങ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്പൈറൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ലീന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു പായൽ എന്നുള്ള അർത്ഥത്തിലുണ്ട്, സ്പൈറലീന. അപ്പോൾ ഇങ്ങനെ സ്പൈറൽ ഷേപ്പിലിരിക്കുന്ന ഒരു പായലിനെയാണ് സ്പൈറലീന എന്ന് വിളിക്കുന്നത്. ഇത് ഇന്ന് നമ്മുടെ ലോകത്ത് പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിച്ച് തുടങ്ങി. നമ്മുടെ +2-നൊക്കെ, +1 +2 പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് പഠിക്കാനുണ്ട്. സ്പൈറോഗൈറ, സ്പൈറലീന ഇതൊക്കെ പഠിക്കാനുണ്ട്. സ്പേസിൽ പോകുന്ന, നാസയിൽ സ്പേസിൽ പോകുന്ന ആളുകളൊക്കെ അവരുടെ സ്പേസിൽ പോകുമ്പോൾ അവർക്ക് ഇറച്ചിയും പൊറോട്ടയും അതുപോലെ തന്നെ അൽഫാമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്കറിയാം, അത് കൊണ്ടുപോകാനായിട്ടുള്ള, അത് ഇനി കഴിച്ചാൽ തന്നെ അതവിടെ വിസർജിക്കാൻ വേണമല്ലോ. അപ്പോൾ അത് വലിയൊരു ടാങ്ക് വേണ്ടി വരും അവിടെ. അപ്പോൾ അതുകൊണ്ട് 270 ദിവസവും 200 ദിവസമൊക്കെ അവിടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഫുഡൊന്നും അവർക്ക് പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇതേപോലുള്ള ഫുഡുകളാണ് അവർക്ക് കൊടുക്കുന്നത്. അതിലൊന്നാണ് ഈ സ്പൈറലീന എന്ന് പറയുന്ന സംഭവം. അപ്പം ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മൾ $1, ഒരു കുട്ടിക്ക് $1 എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ ആവശ്യപ്പെടുകയും അങ്ങനെ ആ കോൺട്രിബ്യൂഷനിലൂടെ നമുക്കിപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കമ്പനിക്ക് അതൊരു ഫണ്ടുണ്ട്. ഇപ്പം കമ്പനി അത് ഫ്രീ ആയിട്ട് നമ്മുടെ കുട്ടികൾക്കും കൊടുക്കാനായിട്ടുള്ള പരിപാടി ചെയ്തു. അത് പല രാജ്യങ്ങളിൽ നടപ്പാക്കി കഴിഞ്ഞു. പാകിസ്ഥാനിൽ നടപ്പാക്കി കഴിഞ്ഞു. ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും അത് നടപ്പാകുന്നുണ്ട്, കേരളത്തിൽ ഒഴിച്ച്. കേരളത്തിൽ അത് നടക്കുന്നത് ഈ മാസം 14, 15, 16 ദിവസങ്ങളിലായിട്ട് നമ്മുടെ എറണാകുളത്ത് വെച്ചാണ് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം നടക്കുന്നുണ്ട്. കാരണം ഇത് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു 50 പേർക്ക് ആ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് വീഡിയോ കവറേജ് ഉണ്ടാവും. അത് ഇന്റർനാഷണൽ ലെവലിൽ ഈ പറയുന്ന പ്രോഗ്രാം, ഇന്റർനാഷണൽ ലെവലിൽ ഇത് നല്ലൊരു റേഞ്ച് നമുക്ക് കിട്ടും. കഴിഞ്ഞ ദിവസം നമ്മൾ പാകിസ്ഥാനിലൊരു വീഡിയോ കണ്ടു. അതുപോലെ അതിനേക്കാൾ കൂടുതലായിട്ട് ഈ റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഇനോഗ്രേഷൻ എറണാകുളത്ത് വെച്ച് നടക്കുകയാണ്. അത് രജിസ്ട്രേഷൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു 5-10 സീറ്റ് കൂടി ബാക്കിയുണ്ട്. രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. എന്തോ 1000 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. ബാക്കി 3000 രൂപയാണ് അതിൻ്റെ 3 ദിവസത്തെ ഈ പ്രോഗ്രാമിന്. അപ്പം താമസവും അതുപോലെ തന്നെ മറ്റ് ഫുഡ്, മറ്റു കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം താല്പര്യമുള്ള ആളുകൾക്ക് നേരത്തെ നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അവിടെ ഇതിൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു കാര്യങ്ങൾ നമുക്ക് തരും. അതെങ്ങനെ നിങ്ങൾക്ക് DXNൽ ബിസിനസ്സാക്കി മാറ്റാം, അതിൻ്റെ കാര്യങ്ങളും അവിടെ പറയും. അപ്പോൾ ആ ട്രെയിനിങ് അവിടെ നടക്കുന്നതാണ്. താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ പങ്കെടുക്കാം. അപ്പോൾ ഈ ODOC എന്ന് പറയുന്ന ഈ $1 1 ചൈൽഡ് എന്നുള്ള പ്രോഗ്രാമിലേക്ക് നമ്മൾ വലിയൊരു ഞങ്ങളൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പലരും ഇപ്പോഴും കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ കമ്പനിയുടെ കയ്യിൽ കോടാനുകോടി രൂപയുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ റോട്ടറി ക്ലബ്ബ്, അതുപോലെ തന്നെ ലയൺസ് ക്ലബ്ബ്, അതുപോലെ തന്നെ സാമൂഹ്യ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ കുട്ടികൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് അംഗൻവാടി, ദെൻ ബിലോ പോവർട്ടി ലൈനിലുള്ള കുട്ടികൾ, ഇത്തരം കുട്ടികളെയൊക്കെ 100ഉം 200ഉം 300ഉം ഒക്കെ കുട്ടികളെ ഓരോ കേന്ദ്രങ്ങളിൽ നമ്മൾ കണ്ടെത്തി അവർക്ക് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ സ്പൈറലിന കൊടുത്തുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ ആരോഗ്യപരമായിട്ട് രക്ഷിച്ചെടുക്കുകയാണ്. അതായത് അനീമിയ, വിളർച്ച, അതുപോലെ തന്നെ പോഷക ആഹാരക്കുറവ് മൂലമുണ്ടായിട്ടുള്ള ഒരുപാട് അസുഖങ്ങളുണ്ട്. അത്തരം അസുഖങ്ങളിൽ നിന്ന്, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് വരുന്നതായിട്ടുള്ള കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾക്കൊരു ഒരു ഒരു രക്ഷ കൊടുക്കാനായിട്ട് ഒരു ഡോക്ടറുടെ സേവനത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇത് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്തൊരു ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ ഏരിയയിൽ ഒരു റോട്ടറി ക്ലബ്ബ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഏറ്റെടുത്ത് നടത്താം. അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടനയ്ക്ക് ഇത് ഏറ്റെടുത്ത് നടത്താം. അതിന് വേണ്ട ചെലവ് നമ്മുടെ DXN കമ്പനിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഡോക്ടർ വരുമ്പോൾ ഡോക്ടർക്ക് TA-യും DA-യും കൊടുക്കും. പിന്നെ പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല. പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു 5 വോളണ്ടിയർമാർക്കുള്ള ഫീസ്, അതുപോലത്തെ ഫീസല്ല, അവർക്ക് വേണ്ട TA DA അത്തരം കാര്യങ്ങൾ, അവർക്ക് വേണ്ട ഭക്ഷണം, ഇത്തരം കാര്യങ്ങളെല്ലാം കമ്പനി അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് താല്പര്യമുള്ള ഇത് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇതിന്റെ കാര്യങ്ങൾക്കൊക്കെ ചാൻസസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾക്ക് ബിസിനസ് ആക്കി മാറ്റാം പിന്നീട്. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പൈറലിനെ കുറിച്ച് പുറത്തെല്ലാവരും അറിയും. ചിലപ്പോൾ MLA ആയിരിക്കും ഉദ്ഘാടനം ചെയ്യണേ, ചിലപ്പോൾ മന്ത്രി ആയിരിക്കും ഉദ്ഘാടനം ചെയ്യണേ, ചിലപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ആൾ. കാരണം ഫ്രീ കൊടുക്കുന്ന എന്ത് സാധനം ആളുകളെ മുൻപിൽ വന്ന് നിൽക്കും. അപ്പോൾ അത് വലിയൊരു പ്രോഗ്രാമായിട്ട് നിങ്ങളുടെ ഏരിയയിൽ മാറ്റാനും അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് നിങ്ങൾക്ക് എടുക്കാനും അത് നിങ്ങൾക്ക് ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനും സാധിക്കും എന്നുള്ളത്. ഇനി DXN കമ്പനിയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ കമ്പനി വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിലേക്ക് കയറി നിന്നാൽ നമുക്കും വളരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. വളരുന്ന ഒരു സ്ഥാപനത്തിൽ ഇന്ന് വന്ന് നാളെ പോകുന്ന ഒരു കമ്പനി അല്ല DXN. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞ 30 years-ആയി 150 കൺട്രീസിൽ വർക്ക് ചെയ്യുന്നു. ദെൻ കോടാനുകോടി ടേൺ ഓവർ ഒരു മാസം നമ്മൾ എടുക്കുന്നു. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമ്മൾ ഫ്ലറിഷ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ 8 ഫാക്ടറിയോടുകൂടി. അപ്പോൾ ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാനും വർക്ക് ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു ചെറിയ ഒരു ട്രെയിനിങ് തന്നുകൊണ്ട് ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുകയാണ്. ചെറിയ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് DXN കമ്പനിയിൽ മാത്രമല്ല, നിങ്ങൾക്ക് സ്വന്തം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജോലി സ്ഥലത്തും നിങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിനും വളരെ പ്രയോജനകരമായ ഒരു 26 ചോദ്യങ്ങൾ ഇപ്പോൾ ചോദിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഓരോ ചോദ്യങ്ങൾക്കും അതെ എന്നതിന് 1 മാർക്കും അല്ല എന്നതിന് 0 മാർക്കുമാണ്. അപ്പം നിങ്ങൾ കയ്യിൽ ഒരു പേനയോ ഒരു പേപ്പർ എടുത്ത് വെച്ചാൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് മാർക്ക് ഇടാനുള്ളതാണ്. ഈ മാർക്ക് ആരെയും കാണിക്കരുത്, നിങ്ങളുടെ വീട്ടുകാരെ പോലും കാണിക്കരുത്. ഓക്കെ. അപ്പോൾ ഈ മാർക്ക് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നില്ല എങ്കിൽ, കാരണം അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരവെങ്കിൽ 1 മാർക്ക്. അങ്ങനെ 26 മാർക്ക് കിട്ടുന്ന ആള് ഇതിൽ തോറ്റ് തുന്നമ്പാടി എന്ന അർത്ഥം. ഇനി എല്ലാത്തിനും 0 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ അയാൾ വിജയിക്കും. അപ്പൊ ഈ 0 മാർക്ക് കിട്ടുന്ന ആളെയാണ് വിജയമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇങ്ങനെ ഒരു പരീക്ഷ നിങ്ങൾ ഒരു സ്ഥലത്തും കണ്ടിട്ടുണ്ടാവില്ല. ഇത് DXN-ൽ കാണുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ അവരുടെ പേനയും പേപ്പറും എടുക്കുക. ചോദ്യങ്ങൾക്ക് അതെ എന്നാണെങ്കിൽ അതെ എന്നാണ് നിങ്ങളുടെ ഉത്തരവെങ്കിൽ 1 മാർക്ക് ഇടുക. അല്ല എന്നാണെങ്കിൽ 0 ഇടുക. ഒന്നാമത്തെ ചോദ്യം 1 എഴുതിയിട്ട് അതിന്റെ നേരെ അതെ ആണെങ്കിൽ 1 എന്ന് എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അതെ എന്നാണെങ്കിൽ 1 എന്ന് തന്നെ എഴുതുക. ഇനി അല്ല എന്നാണെങ്കിൽ 0 എന്ന് എഴുതുക. അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയാൽ നിങ്ങൾ തോറ്റു തുന്നം പാടും. ഞാൻ തോറ്റു തുന്നം പാടിയ ഒരാളാണ്. അതുകൊണ്ടാണ് ഈ ഒരു മാർക്ക് ഈ ഒരു ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം തുടങ്ങാണ്. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. പെട്ടെന്ന് കോപിക്കുന്നു, ഇതാണ് നിങ്ങളുടെ ഒന്നാമത്തെ കാര്യം. ഇത് അതെ എന്നാണെങ്കിൽ 1 മാർക്ക് ഇടുക, അല്ല എന്നാണെങ്കിൽ 0 ഇടുക. പെട്ടെന്ന് കോപിക്കുന്നു, പെട്ടെന്ന് ഒരു ദേഷ്യം വരുന്ന സ്വഭാവം.
രണ്ടാമത്തത്, മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നില്ല. അതായത് മറ്റുള്ളവര് എന്ത് എന്താ അവർക്ക് ചില വികാരങ്ങൾ ഉണ്ടാവും, അതിനെ മാനിക്കാതിരിക്കുക. ചിലപ്പോ അവരുടെ കാര്യങ്ങളെ നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിക്കാതിരിക്കുക. ദെൻ, എനിക്കെല്ലാം അറിയാം, എനിക്കെല്ലാം കഴിയും, ഞാൻ എന്തോ ആണെന്ന് ചിന്തിക്കുന്നു. ഉത്തരം അതെ ആണെങ്കിൽ 1 മാർക്ക്, അല്ല എന്നാണെങ്കിൽ 0 മാർക്ക്. തൻ്റെ കഴിവിലേക്കും നേട്ടങ്ങളിലേക്കും മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് സത്യസന്ധമായിട്ട് മാർക്ക് ഇടണം കേട്ടോ. വേറെ ആരെയും കാണിക്കാനല്ല, അവനവനെ ബോധ്യപ്പെടുത്താനാണ്. ഇത് മാർക്ക് ഫുള്ള് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, തിരുത്താനുള്ള സമയവും നിങ്ങൾക്ക് കിട്ടും. വിമർശനം കേട്ടാൽ പൊട്ടിത്തെറിക്കുന്നു. ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും കാര്യത്തിലും വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല, നമ്മൾ ബഹളം ഉണ്ടായിക്കളയും, നമ്മൾ പൊട്ടിത്തെറിക്കും. ആറാമത്തത്, വിമർശകരിൽ നിന്ന് അകന്നു പോകും. ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം തിരുത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോകില്ല, അല്ലെങ്കിൽ അവിടെ നിന്ന് അകന്നു പോയി കളയും. ഏഴാമത്തത്, വാക്കുകളെ ചൊല്ലി തർക്കത്തിൽ ഏർപ്പെടും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു വാക്കുകൾ പറഞ്ഞ് നീ അങ്ങനെ പറഞ്ഞില്ലേ, നീ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് തർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സ്വഭാവം. ക്ഷമിക്കാൻ സാധിക്കില്ല. ക്ഷമിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗികളായിട്ടുള്ള ആളുകൾ, അവരുടെ ഒരു പ്രശ്നം, ഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം അവർക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് ആരോടെങ്കിലും വെറുപ്പ് വെച്ചിട്ടുണ്ടാവും. 9, തിരുത്തലുകൾ സ്വീകരിക്കില്ല. തിരുത്തലുകൾ സ്വീകരിക്കില്ല. ആരെങ്കിലും ഒന്ന് തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്നെ തിരുത്താനൊന്നും നടക്കണ്ട, നമുക്കറിയാതൊക്കെ, നമ്മളിതൊക്കെ കുറെ കണ്ടുള്ളതാണ്. ആർക്കും വിധേയപ്പെടില്ല, ഒരാൾക്കും വിധേയപ്പെടില്ല. ഇതാണ് ആദ്യത്തെ 10 ചോദ്യങ്ങൾ. അടുത്തത്, പരാതിപ്പെടുകയും പെറുപിറുക്കുകയും ചെയ്യുന്നു. പരാതിപ്പെടുക, എപ്പോഴും ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, ഏത് സമയത്തും പരാതി, എപ്പോൾ കണ്ടാലും പരാതികൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരാളുടെ അടുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരാളാണോ എന്ന് ചിന്തിക്കണേ. പെറുപിറുത്തു കൊണ്ടിരിക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ. നമ്മൾ ചിലപ്പോഴൊക്കെ ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പെറുപിറുത്തു കൊണ്ടിരിക്കുന്ന ഭർത്താവിനെ കാണാൻ പറ്റും, പെറുപിറുത്തു കൊണ്ടിരിക്കുന്ന ഭാര്യയെ കാണാൻ പറ്റും, പെറുപിറുത്തുകൊണ്ടിരിക്കുന്ന അമ്മായിയമ്മയെ കാണാൻ പറ്റും. സ്വയം നശിച്ചാലും തോറ്റു കൊടുക്കില്ല. അതായത് നമ്മൾ നശിച്ചു പോകും നമുക്കറിയാം, എന്നാലും ഞാൻ തോറ്റു കൊടുക്കില്ല, പോട്ടെ എല്ലാം പോട്ടെ, ഇങ്ങനെ പറയുന്ന ഒരു. സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അവയിൽ കുടുങ്ങിക്കിടക്കും. സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കില്ല. ഒരു ദൈവത്തിൽ ആശ്രയിക്കാത്ത ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒരാളുകൾ, നിങ്ങൾ നിരീശ്വരവാദികളാണെങ്കിൽ ആരാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ, അവരുടെ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. മിക്കവാറും ആൾക്കാർ അഹങ്കാരികളായിരിക്കുള്ളൂ, ഭയങ്കര അഹങ്കാരികളായിരിക്കുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ. നമ്മളെ കഴിഞ്ഞിട്ട് വേറെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുള്ളൂ. അവർ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കില്ല. പിന്നെ മറ്റുള്ളവരെ പുച്ഛം പറഞ്ഞും താഴ്ത്തിക്കെട്ടി സംസാരിച്ചും നടക്കും. ഈ ആളുകളുടെ പ്രത്യേകമായ ഒരു സ്വഭാവം, മറ്റുള്ളവരെ പുച്ഛം പറയും, പുച്ഛിക്കും, താഴ്ത്തിക്കെട്ടി സംസാരിക്കും. തോറ്റാൽ തോൽപ്പിച്ചവരോട് പകവെച്ച് പുലർത്തുന്നു. ഒരാൾ തോറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ തോപ്പിച്ചല്ല, നീ കാണിച്ചു തരണം നിന്നെ. സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാതെ അത് ആവർത്തിക്കുന്നു. എനിക്കൊരു തെറ്റ് പറ്റി, ഞാനത് മനസ്സിലാക്കില്ലെന്ന്, അത് പിന്നെയും പിന്നെ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. 18ാമത്തെ മാർക്കിന്റെ ചോദ്യം, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനോ ഉള്ളത് നിലനിർത്താനോ സാധിക്കില്ല. ഇങ്ങനെയുള്ള അങ്ങനെയാണോ? തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുന്നു, എനിക്കിഷ്ടം പോലെ ചെയ്യും. ഏതെങ്കിലും ദുശീലത്തിന് അടിമയായിരിക്കും. ഏതെങ്കിലും ദുശീലം എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മദ്യപാനത്തിന് അടിമയായിരിക്കും, അതല്ലെങ്കിൽ പുകവലി, അല്ലെങ്കിൽ ഡ്രഗ്സ്, അതല്ലെങ്കിൽ ഈ പോർണോഗ്രാഫി, അതായത് ചീത്ത വീഡിയോ കാണുന്നത്, അങ്ങനത്തെ എന്തെങ്കിലും, പുകയില ഉപയോഗം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അടിമത്വം ഉണ്ടാവും. ചിലവർക്ക് സീരിയൽ അടിമത്വം ഉണ്ടാവും, ചിലവർക്ക് സോഷ്യൽ മീഡിയ അടിമത്വമായിരിക്കും. 20 മാർക്കിന്റെ കിട്ടിക്കഴിഞ്ഞു. ഈ തെറ്റായ പഠനങ്ങളിൽ പെട്ടെന്ന് വീഴുന്നു. തെറ്റായ പഠനങ്ങൾ, നല്ല പഠനത്തിലൊന്നും വീഴില്ല, തെറ്റായ കാര്യത്തിൽ എപ്പോഴും വീഴുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ. വീരവാദം മുഴക്കുന്നു, ഞാൻ അത് ചെയ്യും, ഞാൻ അവനെ തട്ടും, ഞാൻ അവനെ കൊല്ലും, ഞാൻ ഇത് സംഭവിപ്പിക്കും. ഇനി അഹങ്കാരി സാധാരണ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, അതിൽ ഈ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ മാർക്ക് വീഴും കേട്ടോ. 23ാമത്തെ ചോദ്യം, വാക്കുകൾ ഇതാണ്: എന്നെ അറിയിച്ചില്ല, എന്നോട് ആരും പറഞ്ഞില്ല,
ഇങ്ങനെ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാർക്ക് വീണ് കഴിഞ്ഞു. 24, അത് ഇതിലും നന്നായി ഞാൻ ചെയ്ത് കാണിക്കുമായിരുന്നു. അത് ഇതിലും നന്നായി ഞാൻ ചെയ്ത് കാണിക്കുമായിരുന്നു. ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട് എങ്കിൽ എനിക്ക് മാർക്ക് വീണു. 25, ഞാൻ ചത്താലേ ഇത് ഇവിടെ നടക്കൂ. ഞാൻ ചത്ത് കഴിഞ്ഞിട്ട് നീ നോക്കിയാൽ മതി. ഞാൻ ചാകട്ടണ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഞാൻ ജീവിച്ചിരിപ്പം ഇത് നടക്കില്ല. എൻ്റെ അടുത്ത് ഒരു കളി നടക്കൂല മോനെ. നമ്മ ആരാന്നാ വിചാരിച്ചിരിക്കണേ? 26 മാർക്കും കിട്ടിയവര് തോറ്റ് തുന്നമ്പാടിയിരിക്കുന്നു. നമുക്ക് ഒരുപാട് മാറാനുണ്ട്. ഇനി ഒരു 20 മാർക്കൊക്കെ കിട്ടിയ ആൾക്കാർ കഷ്ടപ്പെടണം, എന്നാലേ ശരിയാവുള്ളൂ. ഇനി ഒരു 15 മാർക്ക് കിട്ടിയവരൊക്കെ തോറ്റു എന്ന് തന്നെ പറയണം. പൂർണ്ണമായിട്ടും ജയിച്ചിട്ടുള്ളത് 0 ആണ്. ആ 0 മാർക്ക് കിട്ടിയിട്ടുള്ള ഒരാൾ പോലും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 5 മാർക്ക്, 6 മാർക്ക്, അല്ലെങ്കിൽ ഒരു 7 മാർക്കൊക്കെ കിട്ടിയ ആളുകളൊക്കെ വലിയ സംഭവമാണ്. 5 മാർക്ക്, 6 മാർക്ക് കിട്ടിയ വലിയ സംഭവമാണ്. ഏതായാലും ഞാൻ തോറ്റ് തുന്നമ്പാടി മക്കളെ. കുറച്ച് മാർക്ക് കിട്ടിപ്പോയി, അതാണ് ഞാൻ പറയണത്. ചിലതിലൊക്കെ നമ്മൾ ചിലപ്പോൾ 0 എഴുതും, പക്ഷെ എല്ലാത്തിലും നമുക്ക് പറ്റില്ല. അപ്പോൾ ഞാനിത് ടെസ്റ്റ് നടത്തിയതിന് ശേഷം എനിക്ക് മനസ്സിലായത്, ഈ ഞാൻ കുറെ കൂടി 0 മാർക്ക് മേടിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ പൊസിഷനിലേക്ക് DXL മാറിപ്പോകുമായിരുന്നു. എനിക്ക് കുറെ കാര്യങ്ങൾ മാറ്റാനുണ്ട്. ഇപ്പം നിങ്ങൾ തോറ്റുപോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർക്ക് കിട്ടി തോറ്റുപോയ കുറെ മനുഷ്യരാണ് നമ്മൾ. നമുക്ക് കുറെ കാര്യങ്ങൾ ഇനിയും ശരിയാക്കാനുണ്ട്. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ, ഇത് തിരുത്താൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം, സമൂഹം, പ്രസ്ഥാനം എല്ലാ സ്ഥലത്തും നമ്മളെ വിജയം കാത്തിരിക്കുകയാണ്. ഇനി എനിക്ക് നിങ്ങളോട്, പുതിയ ആൾക്കാരോടും പഴയ ആൾക്കാരോടും ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്. കാരണം ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന സെന്റൻസ്, വാട്ട് വാസ് യുവർ സിറ്റുവേഷൻ ബിഫോർ 5 years? അതായത് 2020 നിങ്ങളുടെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അത് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹെൽത്ത് വൈസ്, അതായത് നിങ്ങളെ ആരോഗ്യപരമായിട്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു? കുറച്ചുകൂടി ചുറുചുറുക്കുണ്ടായിരുന്നു, കുറച്ചുകൂടി എനർജറ്റിക് ആയിരുന്നു? പിന്നെ സാമ്പത്തികമായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ബാങ്കിലൊക്കെ നല്ല പൈസ ഉണ്ടായിരുന്നു, ഏത് സമയത്തും ഗൂഗിൾ പേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാനായിട്ടുള്ള പൈസ ആവശ്യത്തിനുണ്ടായിരുന്നു, പേഴ്സിലും ആവശ്യത്തിന് പൈസ ഉണ്ടായിരുന്നു. അങ്ങനെയാണോ 2020 ചിന്തിക്കുക? വാട്ട് ഈസ് യുവർ പ്രസന്റ് സിറ്റുവേഷൻ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോൾ നമുക്ക് നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട്, ആരോഗ്യം വളരെ സ്ട്രോങ് ആണ്. അങ്ങനെയാണോ? ആരോഗ്യം സ്ട്രോങ് ആണ്. ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ഇതാണോ? കടമാണോ? അപ്പൊ ഈ കണ്ടീഷനിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ഇപ്പൊ എൻ്റെ ഭയങ്കര കടമാണ്, ഞാൻ ഹെൽത്ത് വൈസ് ആകെ ഡൗൺ ആണ്, പഴയ പോലെയുള്ള കണ്ണിന് കാഴ്ച കുറഞ്ഞ്, ഇപ്പൊ പഴയ പോലെ ജോലി ചെയ്യാനുള്ള ഒരു ആരോഗ്യമില്ല, പേഴ്സ് എപ്പോൾ നോക്കിയാലും കാലിയാണ്, കാരണം ഒരുപാട് ബാധ്യതകൾ, ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ, ഇപ്പൊ എനിക്കാണെങ്കിൽ ഇപ്പൊ 58ലേക്ക് കിടക്കുകയാണ്. 58ലേക്ക് കിടക്കുമ്പോൾ നമുക്ക് ഇനി അടുത്ത 5 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അടുത്ത 5 വർഷം, അതായത് 2030, 2030 ആകുമ്പോഴേക്കും എനിക്ക് 63 വയസ്സ്. അപ്പോൾ 2030 എനിക്ക് 63 വയസ്സാകുമ്പോൾ വാട്ട് വിൽ ബി മൈ സിറ്റുവേഷൻ ഇൻ നെക്സ്റ്റ് 5 years? ഈ കണ്ടീഷനിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളുടെ 2030 എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഇപ്പൊ തന്നെ നമുക്ക് പറയാവുന്നുള്ളൂ. കാരണം കഴിഞ്ഞ 2020 തുടങ്ങി ഈ 2025 വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഇതേ കണ്ടീഷനിൽ തന്നെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, കഴിഞ്ഞ ഈ 5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്, അത് അതേപടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കും. നിങ്ങളുടെ കാര്യമല്ല, ഞാൻ എൻ്റെ കാര്യം കൂടി പറയാം. നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഡിഫറൻറ്റ് റിസൾട്ട് ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ദിശയിലേക്കുള്ള അതായത് തെക്ക് ദിശയിലേക്ക് പോകുന്ന ഒരു വണ്ടിയിൽ കയറിയിട്ട് എനിക്ക് കാസർഗോഡ് എത്തണമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഡിഫറെന്റ് റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ പറയില്ലേ, മത്ത കുത്തിയിട്ട് എനിക്ക് കുമ്പളം വരണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് തെങ്ങ് നട്ടിട്ട് മാങ്ങ വേണമെന്നും, മാങ്ങ നട്ടിട്ട് എനിക്ക് തെങ്ങ് വേണമെന്നും പറയുന്ന പോലെ ഇരിക്കും അത്.
അതായത് എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിന്റെ ആ റിസൾട്ടല്ലേ കിട്ടുള്ളൂ. ഡിഫറെന്റ് റിസൾട്ട് കിട്ടില്ല. ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇനിയും നമ്മൾ 26-ലും 27-ലും 28-ലും 29-ലും 30-ലും ചെയ്യുന്നതെങ്കിൽ ഇതിലും പരിതാപകരമായിരിക്കും നമ്മുടെ അവസ്ഥ. അതുകൊണ്ടൊന്ന് മാറി ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. സിറ്റുവേഷൻ 5 വർഷം കഴിയുമ്പോഴേക്കും കുറെ കൂടി ലോൺ കൂടുതലെടുത്തുണ്ടാവും, കുറെ കൂടി കടം കൂടിയിട്ടുണ്ടാവും, പിന്നെ കുറെ കൂടി വയസ്സായിട്ടുണ്ടാവും, ആരോഗ്യം കുറെ കൂടി പോയിട്ടുണ്ടാവും. കാരണം ടെൻഷൻ എടുത്ത് സ്ട്രെസ് എടുത്ത് ആകെ ബഹളം ഉണ്ടാവും. വീടിന്റെ ഭാരം മുഴുവൻ മുതുകത്ത് കയറിയിട്ടുണ്ടാവും. 2 മക്കളുണ്ടാവും, 2 മക്കളെ പഠിപ്പിക്കണം, അവരെ കെട്ടിക്കണം, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. കടം വേറൊരു ഭാഗത്ത്, ജോലിയുടെ സ്ഥിരത ഇല്ലായ്മ ഒരു പ്രശ്നം. അങ്ങനെ നമ്മൾ ഇതിങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും. ഒരു മനുഷ്യൻ മാക്സിമം ജീവിക്കാൻ സാധ്യതയുള്ളത് 30,000 ദിവസമാണ് ഈ ലോകത്ത്. ഇനിയുള്ള കണ്ടീഷനിൽ ഒരു 100 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ 36,500 ദിവസം ജീവിക്കും. 100 വയസ്സൊന്നും പോകുമെന്ന് തോന്നുന്നില്ല ഈ കണ്ടീഷനിൽ. അപ്പോൾ അങ്ങനെ ജീവിക്കാനും വലിയ ആൾക്കാരും താല്പര്യപ്പെടില്ല. കാരണം സീൻ സീനാണ് മക്കളെ എന്ന് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് തന്നെ പോയാൽ നല്ലത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ ഒരു 30,000 ദിവസമാണ് ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുള്ളൂ. നിങ്ങൾ കണക്കെടുത്ത് നോക്കിക്കോ. ഒരു 80 വയസ്സ് വരെ ജീവിക്കുകയാണെങ്കിൽ ഒരു 30,000 ദിവസം ഇവിടെ ജീവിക്കുള്ളൂ. അതിലിപ്പോൾ നല്ലൊരു ശതമാനം ദിവസം കഴിഞ്ഞു പോയി. ഇനി കുറച്ച് ദിവസം ബാക്കിയുള്ളൂ. ആ കുറച്ച് ദിവസത്തിൽ 1/3 ദിവസം നമ്മൾ ഉറങ്ങി തീർക്കണം. കാരണം നമുക്ക് 1/3 സമയം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കത്തിനുള്ള 8 മണിക്കൂർ കൊടുക്കണ്ടേ. അപ്പൊ 1/3 അത് തീർന്നു കിട്ടി. പിന്നെ ബാക്കി കുറച്ച് സമയമുള്ളൂ. ആ സമയവും നമ്മൾ ജീവിക്കാൻ പോണത്. ഇപ്പൊ എനിക്ക് ഇനി ചിലപ്പോൾ ഒരു 15 വർഷവും കൂടി ചിലപ്പോൾ കാണും. ചിലപ്പോൾ ഒരു കൂടി വന്ന ഒരു 20 years. അതിൽ കൂടുതൽ എനിക്ക് കിട്ടില്ല. അതായത് ഞാൻ DXNൽ എത്ര കാലം വർക്ക് ചെയ്തോ അത്രയും കാലം ഞാൻ ഇനി ജീവിക്കില്ല എന്നർത്ഥം. സി അത്രേ ഉള്ളൂ. അപ്പൊ ഈ സമയത്തില് നമുക്ക് ലൈഫ് വേണ്ട രീതിയിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ സമയം ഭയങ്കര പ്രഷ്യസ് ആണ്. അത് പറയാൻ വേണ്ടിയാണ് ഞാനിത് നിങ്ങളെ ധരിപ്പിച്ചത്, അല്ലെങ്കിൽ എന്നെ തന്നെ ഞാൻ ബോധ്യപ്പെടുത്തുന്നത്. ഈ ബാങ്കിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ നമ്മുടെ സമയം എത്ര ബാലൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല, നിങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇന്ന് കണ്ടിരിക്കണ ആള് നാളെ കാണില്ല. അത്രേ ഉള്ളൂ ലൈഫ്. അപ്പോ ഈ ലൈഫ് നമുക്ക് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് തന്നതാണ്. അങ്ങനെയാണ് തന്നത്. പക്ഷെ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട്, നമ്മുടെ മടി കൊണ്ടും നമ്മുടെ അലസത കൊണ്ടും ഒക്കെ നമ്മൾ ഇതിനെ പല സൈഡിലേട്ടൊക്കെ കൊണ്ടുപോയി അതിനെ വേണ്ട രീതിയിലുള്ള ഒരു പ്രയോജനം കിട്ടാതെ വന്നുപോയി. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഇത്രേ ഉള്ളൂ, അടുത്ത 5 വർഷമെങ്കിലും മാറി ചിന്തിക്കാൻ, അടുത്ത 5 വർഷങ്ങളും ഡിഫറൻ്റായി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ യു ആർ വെൽക്കം ടു DXN വേൾഡ്. ഈ DXN വേൾഡിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതായത് ലോകത്ത് വരുമാനം ഉണ്ടാക്കാനുള്ള 2 വഴികളാണുള്ളത്. ഒന്ന് ജോലി ചെയ്യുക. അതായത് 9 മണി മുതൽ 5 മണി വരെ ആർക്കെങ്കിലും നമ്മുടെ സമയം കടം കൊടുക്കുക അല്ലെങ്കിൽ വിൽക്കുക. അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ, കടം കൊടുക്കലല്ല വിൽക്കലാണ്, വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു തുക അവർ നിശ്ചയിക്കും. നമ്മളല്ല, അവർ നിശ്ചയിക്കും. നിങ്ങളുടെ സമയത്തിന് അവർ നിശ്ചയിക്കും. അവർ നിശ്ചയിക്കുന്ന വിലയാണ് നിങ്ങൾക്ക് തരുന്നത്. അതാണ് നിങ്ങളുടെ ശമ്പളം. ഇപ്പം ഞാൻ ഇന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ 5 മണി വരെ ഞാൻ ഒരു പറമ്പിൽ പണിയെടുത്ത് എനിക്ക് 1,500 രൂപ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് തരുള്ളൂ. 2,000 വേണമെന്ന് പറഞ്ഞാൽ തരില്ല. അത് ഈ നാട്ടിലൊരു നടപ്പുണ്ട്, അതനുസരിച്ചിട്ട് എനിക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 9 മണി തുടങ്ങി 5 മണി വരെ ഞാനൊരു ഗവൺമെന്റ് ജോലിക്കാരനാണെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട് എനിക്കൊരു തുക, ശമ്പളം. അതാണ് എനിക്ക് കിട്ടുള്ളൂ. ഇതാണ് ഇൻകം ഓപ്പർച്യൂണിറ്റി. രണ്ടാമത്തത് ബിസിനസ് ചെയ്യാവുന്നതാണ്. അതിന് നമുക്ക് വേണ്ടത് ഇൻവെസ്റ്റ്മെന്റ്, ക്യാപിറ്റൽ, ലേബർ, ലാൻഡ്, ഓർഗനൈസേഷൻ. ഇത്ര സാധനം വേണം. ഇൻവെസ്റ്റ്മെന്റ് വേണം, ക്യാപിറ്റൽ വേണം, ലേബർ വേണം, ലാൻഡ് വേണം, ഓർഗനൈസേഷൻ വേണം. ഒരു നല്ല ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളും ഒരു നല്ല ബിസിനസ്സിന് ഒരു 1 കോടി രൂപയെങ്കിലും വേണ്ടി വരും. നല്ല ബിസിനസ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ്മെന്റ് അത്രയും വേണ്ടി വരും. ഇല്ല, ഒരു ചെറുകിട
വൻകിട ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൻ കടം എടുക്കേണ്ടി വരും. ചെറുകിട എടുക്കണമെങ്കിൽ ചെറു കടം എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു 25 ലക്ഷമെങ്കിലും വേണ്ടി വരും. 25 ലക്ഷം രൂപ ഞാൻ റോട്ടിന്റെ സൈഡിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു എന്ന് വിചാരിക്കുക. ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അതിൽ കുറച്ച് തുണിയൊക്കെ മേടിച്ചു വെച്ച് ഞാനിവിടെ കച്ചവടം ചെയ്താൽ, കുഴിച്ചിടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കർച്ചീഫ് വിൽക്കാത്ത 6 മാസം അങ്ങോട്ട് നീണ്ടു പോവുകയാണെങ്കിൽ ആ കട പൊട്ടിപ്പോവും. ഒരു കർച്ചീഫ് പോലും പോയില്ല. നമുക്ക് അവിടെ നിന്ന് ബിസിനസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള യാതൊരു ഉറപ്പില്ല. നമ്മളങ്ങോട്ട് തുടങ്ങണം, ഒരു റിസ്ക് എടുക്കണം. പൊട്ടാം, പൊട്ടാതിരിക്കാം. ഇനി പൊട്ടിയാൽ എൻ്റെ പണം മുഴുവൻ പോയി, ഞാൻ വലിയ കടക്കാരനായി. ഇനി പൊട്ടിയില്ലേ, അത് സക്സസ് ആയോ, രക്ഷപ്പെട്ട്. അപ്പൊ ഇതൊരു ഒരു എന്താ പറയുന്നത്, ചൂതുകളി പോലെയാണ്. ചൂതുകളിയിൽ അങ്ങനെയാണ്. നമ്മളിങ്ങനെ ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ മൂന്ന്, എറിയടാന്ന് പറയും. അതേപോലത്തെ ഒരു പരിപാടിയാണ് അപ്പോൾ ബിസിനസ്. അപ്പോൾ വളരെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ആളുകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുള്ളൂ. നമുക്കറിയാം, എല്ലാ കാര്യങ്ങളും പഠിക്കേണ്ടി വരും. നമ്മൾ ഒന്ന് ബിസിനസ്സിനെ കുറിച്ച് അറിയണം, ആ ഏരിയയെ കുറിച്ച് അറിയണം, മൊത്തത്തിലുള്ള ഒരു 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 കാര്യങ്ങളുണ്ട്. എനിക്കറിയാം എത്രയോ ആളുകളാണ് ചായക്കട തുടങ്ങിയിട്ട് പൂട്ടിപ്പോയത്, തുണിക്കട തുടങ്ങിയിട്ട് പൂട്ടിപ്പോയത്, ബസ് എടുത്തിട്ട് പൂട്ടിപ്പോയത്, ഓട്ടോറിക്ഷ എടുത്ത് ഓടിച്ച് പൂട്ടിപ്പോയത്, കാറുകൾ 10 എടുത്തിട്ട് പൂട്ടിപ്പോയ ആൾക്കാർ, അങ്ങനെ എത്രയോ 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 ആളുകൾ. അപ്പൊ ബിസിനസ്സിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ റിസ്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ബിസിനസ് മോശമെന്നല്ല ഞാൻ പറയുന്നത്, ബിസിനസ്സൊക്കെ ബുദ്ധിപൂർവ്വമൊക്കെ ചെയ്യണം. അപ്പൊ അതിന് നല്ല പരിജ്ഞാനം വേണം, നല്ല ഇൻവെസ്റ്റ്മെന്റ് വേണം, അത്തരം കാര്യങ്ങളെല്ലാം വേണം, എബിലിറ്റി വേണം, അത് ചെയ്തുകൊണ്ട് പോകാനുള്ള എബിലിറ്റി, എല്ലാ കാര്യങ്ങളും വേണം. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലാണ് അതിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഒരെണ്ണമുള്ളത്, ഇതൊരു ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അതിനേക്കാൾ ശമ്പളം കൂട്ടുന്നു, ഇവിടെ ശമ്പളം വളരെ കുറവാകുന്നു. എന്താ അതിനൊരു പോംവഴി? അതിന് യുവാക്കൾ ഇത്രയും വേഗം കൂടി കേൾക്കാൻ പറ്റുന്നുണ്ടോ എങ്കിലും ഇങ്ങനെ കാണിക്കാം. ഓക്കെ, ാണല്ലോ അവിടെ ജോലി ചെയ്യുന്നത്. അവിടെ അതിനേക്കാൾ ശമ്പളം കൂട്ടുന്നു, ഇവിടെ ശമ്പളം വളരെ കുറവാകുന്നു. എന്താ അതിനൊരു പോംവഴി? അതിന് യുവാക്കൾ ഇത്രയും വേഗം കുടിയേറുന്നത് മൈഗ്രേഷൻ കാരണം എന്തുകൊണ്ടാണ് നടന്നത്? ഇവിടെ ശമ്പളം കുറവാണ് മെയിൻ. ശമ്പളം കുറവ് ഉള്ള ആളുകള് ശമ്പളം കൊടുക്കുന്നവരായി മാറുക, അപ്പൊ ആ പ്രശ്നം തീരും. കാര്യം പിടികിട്ടിയോ? ശമ്പളം മേടിക്കുന്നവനാകണം എന്ന ജീവിത ലക്ഷ്യമായിട്ടല്ല ജീവിക്കേണ്ടത്. 10 പേർക്ക് ശമ്പളം കൊടുക്കുന്നവനായിട്ട് ഞാൻ മാറും എന്നുള്ള ജീവിത ലക്ഷ്യത്തോടെ ജീവിച്ചാൽ ഈ പ്രശ്നം തീരും. കേരളം ഫ്ലറിഷ്. കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം, എല്ലാവരും ജനിച്ചു വീഴുന്നത് തന്നെ ശമ്പളം മേടിക്കാൻ പറ്റുന്നവരാകാൻ പറ്റുമെന്നാ ചിന്തിച്ചോണ്ട. പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ചിന്തയുടെ കുഴപ്പം അത്. എന്നാല് ഇന്ത്യയിലെ മറ്റു പല സ്റ്റേറ്റുകളിലും ജനിച്ചു വീഴുന്ന ആളുകള് 10 പേർക്ക് ശമ്പളം കൊടുക്കുന്നവനായിട്ട് അങ്ങനെ മാറാമെന്ന് ചിന്തിക്കുന്നത് കൊണ്ട് സാമ്പത്തികമായിട്ടും വാണിജ്യപരമായിട്ടും അവർ കുതിക്കുന്നു. അവർക്ക് സ്വന്തം നിലയിൽ നിലനിൽക്കാനുള്ള വരുമാനം ആ സംസ്ഥാനത്ത് ഉണ്ടാവുന്നു. നമ്മുടെ പരമ്പരാഗത ചിന്തയിൽ ശമ്പളം മേടിക്കുന്നവരാകണം, നല്ല ശമ്പളം കിട്ടുന്ന തൊഴിൽ ഇത് എന്ന് പറഞ്ഞാണ് നമ്മളെ വളർത്തുന്നത് തന്നെ, അല്ലെ? സംരംഭകരാകൂ. അപ്പോൾ നിങ്ങൾ ഇത് കേട്ടു എന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഒരു ബിസിനസ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഭയം, അത് നമ്മുടെ റിസ്ക് ഫാക്ടറാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. 10 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു പ്രോഗ്രാം നമുക്ക് സംഘടിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ 10 പേർക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് ലിവറേജ്. ലിവറേജ് എന്ന് പറഞ്ഞാൽ ഒരു 10 പേർക്ക് ജോലി കൊടുക്കുക, അതായത് ശമ്പളം മേടിക്കുന്ന ഒരു ശമ്പളം മേടിക്കണ്ടെന്നല്ല പറയുന്നത്, ജോലി ചെയ്യണ്ടെന്നല്ല പറയുന്നത്. നിങ്ങൾ ജോലി ചെയ്തോ, ഞാനും ജോലി ചെയ്യാം, ശമ്പളം മേടിക്കാം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ ടൈം ലിവറേജ് കൂട്ടണം. ടൈം ലിവറേജ് കൂട്ടുക എന്ന് പറഞ്ഞാൽ, ഇന്ന് ലോകത്തുള്ള എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരും അവരുടെ സമയം വർദ്ധിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒരു മനുഷ്യന് 24 മണിക്കൂറാണ് ഉള്ളത്. പക്ഷേ എല്ലാ മനുഷ്യർക്കും 24 മണിക്കൂറുകൾ. പക്ഷേ ചിലരുടെയൊക്കെ മണിക്കൂർ 10 ലക്ഷമാണ് ഒരു ഒരു ദിവസം. ചിലരുടെയൊക്കെ മണിക്കൂർ 2 ലക്ഷമാണ് ഒരു ദിവസം. ചിലരുടെ മണിക്കൂർ എന്താ പറയുന്ന 500 മണിക്കൂറൊക്കെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത്, വർക്കിംഗ് അവേഴ്സ്. അപ്പൊ അതെങ്ങനെയാണ് സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ കൂടെ എത്ര ഗ്രൂപ്പിൽ എത്ര അംഗങ്ങളുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് നോക്കിയിട്ടാണ് അതിനെ നിശ്ചയിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ച് ഞാനിരുന്ന് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്കാണ് തയ്ക്കുന്നത്. 8 മണിക്കൂർ തയ്ച്ച്, എൻ്റെ വർക്കിംഗ് അവേഴ്സ് 8 മണിക്കൂറാണ്. പക്ഷെ ഞാൻ 100 മെഷീൻ മേടിച്ചിട്ടിട്ട് അതിനുള്ള ബിസിനസ് ഞാൻ പിടിച്ചിട്ട് ഞാനൊരു 100 പേരെ അവിടെ വർക്കിന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 100 + 1 101. അപ്പൊ മണിക്കൂർ എത്രയായി? അപ്പൊ 808 മണിക്കൂറായി. അപ്പോൾ രാജീവ് എന്ന് പറയുന്ന ആള് പറയും,
എൻ്റെ ഒരു ദിവസത്തെ വർക്കിംഗ് അവേഴ്സ് 808 മോനെ. അപ്പോൾ ഒരാൾ ചോദിക്കും, ഞങ്ങൾക്ക് 24 മണിക്കൂർ ഒരു ദിവസമുള്ളൂ, എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? ഇതാണ് ലോകത്തുള്ള സകല സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരും ചെയ്തത്. അവർ ഈ ടൈം ലിവറേജ് അവർ കൂട്ടിയെടുത്തു. നമുക്ക് ടൈം ലിവറേജ് കൂട്ടണതിനെ കുറിച്ച് നമ്മുടെ അപ്പന്മാരോ അമ്മമാരോ ആരും പറഞ്ഞു തന്നില്ല, നമ്മുടെ അധ്യാപകരും പറഞ്ഞു തന്നില്ല. അവർ പറഞ്ഞു, നീ നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് നീ ആരുടെയെങ്കിലും കീഴിൽ പോയിട്ട് മരിക്കുന്നത് വരെ പണിയെടുത്ത് എങ്ങനെയെങ്കിലും ജീവിച്ചു മരിച്ചു നീ. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിരുന്ന് കുത്തിയിരുന്ന് പറ പഠിച്ചതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു പരീക്ഷയും പാസ്സായി ഏതെങ്കിലും ഒരാളുടെ കീഴിൽ 50,000 രൂപക്കോ 20,000 രൂപക്കോ 30,000 രൂപക്കോ 70,000 രൂപക്കോ ഒരു ജോലി ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതകാലം തീർക്കുകയാണ്. അതേസമയം വലിയ പഠിപ്പൊന്നുമില്ലാത്ത ആളുകളും എന്നാൽ അത്യാവശ്യം പഠിപ്പ് മാത്രമുള്ള പല ആൾക്കാരും ഒക്കെ പതുക്കെ വന്ന് ചെറിയ സംരംഭങ്ങളൊക്കെ തുടങ്ങി അതിൽ ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവരെല്ലാവരും സക്സസ്ഫുൾ ആയി. അവർ മാത്രം സക്സസ്ഫുൾ ആയി, വേറെ ആരും സക്സസ്ഫുൾ ആയില്ല. ചെറിയ എഫേർട്ട് എടുക്കുകയും കൂടുതൽ റിസൾട്ട് എടുക്കുന്നതിൻ്റെ പേരാണ് ലിവറേജ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ബസ്സൊക്കെ പഞ്ചറായി കഴിയും, ബസ്സിൻ്റെ ടയർ പഞ്ചറായി കഴിയുമ്പോൾ 2 എലിമ്പന്മാരായ കിളിയും ഡ്രൈവറും കൂടി താഴ്ത്തിറങ്ങി ഒരു ചെറിയ ഒരു ജാക്കി വെച്ച് അത് വണ്ടി പൊക്കി വളരെ സിമ്പിളായിട്ട് ഒരു വലിയ ടയർ മാറ്റുന്നത്, ടൺ കണക്കിന് ഭാരമുള്ള ഒരു ബസ്സിനെ ഡാൻസ് കളിപ്പിക്കുന്ന 2 എലിമ്പന്മാരായ ഡ്രൈവറും ക്ലീനറും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വളരെ ലെസ് എഫേർട്ടിൽ ഒരു വലിയ റിസൾട്ട് അവരെടുത്തിരിക്കുകയാണ്. ഇതാണ് ലിവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. പാവപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ എപ്പോഴും ഒറ്റക്ക് പണിയെടുക്കുള്ളൂ. അവരാരെയും കൂട്ടില്ല, ഒരാളെയും കൂട്ടാൻ താല്പര്യമില്ല അവർക്ക്. ഞാൻ പണിയെടുക്കും, ഞാൻ കാശുണ്ടാക്കും, ഞാൻ ജീവിക്കും, ഞാൻ മരിക്കും, അങ്ങനെയാണ് അവരുടെ തീരുമാനം. വേറെ ആരെയും കൂട്ടില്ല. പക്ഷെ റിച്ച് വർക്ക് ആസ് എ ടീം, അതാണ് അവരുടെ പ്രത്യേകത. പൈസ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ആളുകളും ചെയ്തിട്ടുള്ളത് അവരൊരു ഗ്രൂപ്പ് ഉണ്ടാവും അവരുടെ കൂടെ എപ്പോഴും വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ഗ്രൂപ്പിനെ റെഡിയാക്കാൻ തയ്യാറാണ് എങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഒരു മില്യണയറായി മാറും. അതിനാണ് നമ്മൾ ഡിഎക്സൺ കമ്പനിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഭാവനയാണ്. വാട്ട് ഈസ് പാസീവ് ഇൻകം ഫോർ മീ? പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ 2 തരം ഇൻകമാണ് ലോകത്തുള്ളത്. ഒന്ന് പാസീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിലും, അതായത് നമ്മൾ ഒരു പണിയും എടുത്തില്ലെങ്കിലും നമുക്ക് വരുമാനം വരണം. അതിനാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഒരു 10 കട മുറികൾ നിങ്ങൾ MG റോഡിൽ ഇട്ടിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ അവരുടെ മക്കളാണ്, മരിച്ചുപോയി നമ്മുടെ അച്ഛനും അമ്മയൊക്കെ. പക്ഷെ ആ 10 കടയിൽ നിന്ന് നിങ്ങൾക്ക് 15 ലക്ഷം രൂപ വാടക കിട്ടുന്നുണ്ട് മാസം. ആ വാടക കിട്ടാൻ വേണ്ടി നിങ്ങൾ ആ കടയുടെ ചുറ്റും കിടന്ന് ഓടണ്ട, കടയുടെ മുകളിൽ കയറി നിന്ന് ചാടണ്ട. ദിസ് ഈസ് പാസീവ് ഇൻകം. അതായത് നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഇൻകം കിട്ടും. ഇതാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത് ഞാൻ അവിടെ പോയി നെഞ്ചിട്ടടിക്കണം എന്നാൽ മാത്രമേ പൈസ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടില്ല. എനിക്ക് ചുമയാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പോയി ക്ലാസ് എടുക്കണം, നിങ്ങളുടെ ടീച്ചിങ് പ്രൊഫഷനാണ്, ക്ലാസ് എടുക്കണം. ക്ലാസ് എടുക്കാതെ കിട്ടില്ല. അല്ലെങ്കിൽ ലീവ് തന്നോ, ലീവ് എഴുതിക്കോ, സിക്ക് ലീവ് അല്ലെങ്കിൽ ലീവ്. അപ്പോൾ 8 മണിക്കൂർ ഞാൻ നെഞ്ചടിച്ചാൽ, അല്ലെങ്കിൽ 8 മണിക്കൂർ ഞാൻ കഷ്ടപ്പെട്ടാൽ, ഞാൻ പണിയെടുത്താൽ, ഞാൻ ടെൻഷൻ എടുത്താൽ, ഇപ്പോൾ എനിക്കറിയാവുന്നതാണ് 1.5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്ന ചില ആളുകളൊക്കെ ഊബർ ഓടിക്കാൻ പോയി എന്ന് പറയും. ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ടെൻഷൻ താങ്ങാൻ പറ്റുന്നില്ല എന്ന്. അതായത് ഈ 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ കിട്ടുന്നതിന് വേണ്ടി അവരെടുക്കേണ്ടി വരുന്ന ഒരു പെയിൻ ഉണ്ട്, ഒരു ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ അവർക്ക് താങ്ങാൻ പറ്റാഞ്ഞിട്ട് ഊബർ ഓടിച്ചിട്ട് ഒരു 60,000 ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളെ എനിക്കറിയാം. അത് മതി എന്ന് പറഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുമെന്ന്. വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും വലിയ ആൾക്കാരും ഒക്കെ ഉണ്ട്. താങ്ങാൻ പറ്റണില്ല, ചിലവർക്ക് ടെൻഷൻ താങ്ങാൻ പറ്റില്ല. അപ്പോൾ പാസീവ് ഇൻകവും ആക്റ്റീവ് ഇൻകവും രണ്ടാണ്. അപ്പം നിങ്ങൾക്ക് പാസീവ് ഇൻകം വേണമെങ്കിൽ നിങ്ങൾ DXN തിരഞ്ഞെടുക്കുക. അപ്പം ഞാൻ DXN തിരഞ്ഞെടുത്തു 2000-ൽ. ഞാൻ DXN കമ്പനിയിൽ വന്നു. എനിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത് ഒരു സൈനസൈറ്റിസ് പ്രോബ്ലം ഉണ്ടായിരുന്നു, പൈൽസിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു, ചെറിയ അൾസറിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, നടുവേദന ഉണ്ടായിരുന്നു, മൈഗ്രെയിൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ. ഞാൻ കണ്ണട വെച്ചിരുന്നു.
കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഡി എക്സനിലേക്ക് വരുന്നത്. ഡി എക്സിൻ്റെ ചില പ്രൊഡക്റ്റുകൾ ഞാൻ വാങ്ങിച്ചു ഉപയോഗിച്ചു. അതിൻ്റെ കോഫി ഉപയോഗിച്ചു, അതിൻ്റെ ചില മഷ്റൂം പൗഡർ, അതിൻ്റെ ചില സപ്ലിമെൻറ്റുകളൊക്കെ ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചത് വഴിയായിട്ട് എനിക്ക് ഹെൽത്തിൽ വലിയ വ്യത്യാസങ്ങൾ വന്നു. എനിക്കൊരു 20 കിലോ ഒക്കെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാഴ്ച എനിക്ക് നടുവേദനയായിട്ട് കിടപ്പായി പോകും. അത്രയും പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാവുമായിരുന്നു. പരത്തുവയലിൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ ഞാൻ സ്ഥിരമായിട്ട് പോയിട്ട് ചികിത്സ നടത്തിയിരുന്നു. എൻ്റെ അടുത്തുള്ള പലരും എന്നെ തിരുമ്മി പരീക്ഷിച്ചിട്ടുണ്ട് മാറാനായിട്ട്. പക്ഷെ ആ നടുവേദന എനിക്ക് വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഡി എക്സനിൽ വരുമ്പോൾ 32 33 വയസ്സുണ്ട് ആ സമയത്ത്. അപ്പോൾ ആ സമയങ്ങളിൽ എനിക്ക് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം 58 വയസ്സാകുമ്പോൾ എനിക്ക് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് 33 വയസ്സിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആരോഗ്യം എനിക്ക് 58 ആകുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു എനർജി കിട്ടുന്നു. അപ്പൊ എൻ്റെ ഒരു പാസീവ് ഇൻകം എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ കാണുന്നത്, എൻ്റെ ഫ്രീഡം ഞാൻ ഇങ്ങനെ കാണുന്നത്, സ്റ്റേ ഹോം വിത്ത് മൈ ഫാമിലി. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കാം. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇരിക്കാം. 2, എനിക്ക് ഗിറ്റാർ ഭയങ്കര ഇഷ്ടമാണ്, ഗിറ്റാർ വായിക്കാൻ. ഞാൻ ഗിറ്റാർ പഠിച്ചു. എനിക്ക് ചെറുപ്പത്തിലേക്ക് ഗിറ്റാർ ഭയങ്കരമായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഗിറ്റാർ മേടിക്കാനുള്ള കാശും ഉണ്ടായിരുന്നില്ല, അത് പഠിക്കാൻ പോകാനുള്ള കാശും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും കഷ്ടപ്പാടും ദാരിദ്ര്യവും. ഗിറ്റാർ ഞാൻ പഠിച്ചെടുത്തു. അത്യാവശ്യം കുറച്ച് കോഡ്സ് ഒക്കെ എനിക്ക് അറിയാം. അത് വെച്ച് ഞാൻ പാട്ടൊക്കെ പാടും. ഞാൻ എൻ്റെ തന്നെ കുറേ പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടുകാരെ തന്നെ കേൾപ്പിക്കും, നാട്ടുകാരെ കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട്. പിന്നെ പുതിയ കോഡ്സ് പഠിച്ചു. ഇപ്പോൾ വീട്ടിലിരുന്ന് ഞാൻ പാട്ട് പാടും. ഞാൻ തന്നെ ഡിസിഷൻ എടുക്കും. എൻ്റെ തീരുമാനങ്ങളൊക്കെ ഞാൻ തന്നെ എടുക്കുന്നത്. വർക്ക് വെൻ ഐ വാണ്ട്. എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ പണിയെടുക്കും. ഇതാണ് ഫ്രീഡം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ചില ആളുകൾക്കൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും ഫ്രീഡം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നാളെ പോയില്ലെങ്കിലും കുഴപ്പമില്ല, ആരും ചോദിക്കാൻ പോകില്ല എന്താ രാജീവ് പോവാതിരുന്നതെന്ന് ചോദിക്കില്ല. പക്ഷെ ഞാൻ എൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ചെയ്യും. ചെയ്യാതിരിക്കുന്നത് ഞാൻ മടിയനായിട്ടിരിക്കുന്നതെന്നല്ല എൻ്റെ അർത്ഥം. പക്ഷെ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യും. ഇപ്പം നാളെ നല്ലൊരു ഫുട്ബോൾ കളി വന്നു എനിക്ക് കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് TV ഓൺ ചെയ്തായിരുന്നു കാണാൻ പറ്റും. അതാണ് ലീവ് എടുക്കണ്ടെന്ന്, അതായത് ഒരാളോട് ചോദിക്കണ്ടെന്ന്. ഇതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് ജെന്യുവിനായിട്ട് 100% ലീഗലായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുണ്ട്. ഇല്ലീഗലി ചെയ്യുന്ന കമ്പനികളുണ്ട്. ഇപ്പൊ ചില ആൾക്കാർ ചോദിക്കും അതെന്താ അപ്പൊ ഇല്ലീഗൽ എല്ലായിടത്തുമില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് നല്ല ഭർത്താവില്ലേ, ചീത്ത ഭർത്താവില്ലേ? അതുകൊണ്ട് ഭർത്താവ് എന്ന് പറയുന്ന സാധനം മോശമാണെന്ന് നമ്മൾ പറയുമോ? ഇല്ല. നല്ല അമ്മായിയമ്മയില്ലേ, തല്ലിക്കൊല്ലുന്ന അമ്മായിയമ്മയില്ലേ, തെറി പറയുന്ന അമ്മായിയമ്മയില്ലേ? പക്ഷെ അമ്മായിയമ്മ എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. കുട്ടിയെ കട്ടിലിട്ട് കൊല്ലുന്ന അമ്മയില്ലേ? സ്വന്തം പെൺകുട്ടികളെ മറ്റുള്ളവർക്ക് വിൽക്കുന്ന അമ്മമാരില്ലേ? എന്നതുകൊണ്ട് അമ്മ എന്ന് പറയുന്ന സാധനം മോശമാവുക? ഇല്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എ സിസ്റ്റം ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ്. അതായത് ഒരു മെത്തേഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ്. ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു മെത്തേഡാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് കസ്റ്റമർ തന്നെ ഉൽപ്പന്നം ഉപയോഗിച്ച് ഗുണനിലവാരം ഉണ്ടെന്ന് ഉറപ്പുവരുത്തി മറ്റ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന രീതിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ജെനുവിൻ കമ്പനികൾ ലോകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് നിയമമായി കഴിഞ്ഞു. കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മളൊരു നല്ല കമ്പനികൾ എന്താണെന്ന് അറിയാൻ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടും നല്ല കമ്പനികൾ ഏതാണെന്ന് അറിയാൻ ഡിസ്ട്രിബ്യൂട്ടർക്ക്, അതിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ടും അവർക്കൊരു പോർട്ടൽ ഗവൺമെൻറ് ഇപ്പോൾ റെഡിയാക്കി വരുന്നുണ്ട്. ആ പോർട്ടൽ അടുത്ത് തന്നെ അത് ഓപ്പറേഷനിലാകും. ആ സമയത്ത് നമുക്ക് നല്ല കമ്പനികളുടെ ലിസ്റ്റ് കിട്ടും. ആ കമ്പനികളിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അല്ലാതെ ഇന്ന് വന്ന് 1 വെച്ചാ 2, 2 വെച്ചാ 3, ആ കയറിക്കോ, എത്ര നാളുണ്ടാവും എന്നറിയാൻ പാടില്ല, കയറി നിന്നോ, 10 പേരെ കൊണ്ടുവന്നോ, 1 ലക്ഷം വെച്ച് ഇടിയിച്ചോ, അപ്പോൾ നിങ്ങളുടെ 1 ലക്ഷം അപ്പം തന്നെ കിട്ടും
പിന്നെ ബാക്കിയുള്ളവരുടെ പോയാൽ പോയില്ല, പോയാൽ എന്താണ്, നിങ്ങൾക്ക് 10 പേരെ പറ്റിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് കിട്ടുമല്ലോ. ഇങ്ങനെ പറയുന്ന കമ്പനികളിൽ ചെന്ന് ചാടി ഇപ്പൊ എന്താ പറയുന്നത്, ആളുകൾ പറയുകയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എല്ലാം തെറ്റാണ്, എല്ലാം കുഴപ്പക്കാരാണ്, സകലതും തട്ടിപ്പാണ് എന്ന് പറയാൻ പാടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ അമ്മമാരും കുഴപ്പക്കാരല്ല, എല്ലാ അച്ഛന്മാരും കുഴപ്പക്കാരല്ല, എല്ലാ ഭർത്താവും എല്ലാ ഭാര്യയും എല്ലാ അമ്മായിയമ്മയും കുഴപ്പക്കാരല്ല. കുഴപ്പക്കാരുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം, അവരെ ജയിലിൽ അടക്കണം, അല്ലെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് അതിൽ തന്നെ നന്മയുള്ളതാണ്. അപ്പൊ അതിന്റെ നന്മകളെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അത് മനസ്സിലാക്കാതെ വാളെടുത്തം വിളിച്ചപ്പാടെന്ന് പറഞ്ഞാൽ ഒന്ന് കേട്ട് ഉടനെ തന്നെ ചാടി വെട്ടി മറിഞ്ഞ് തുണ്ടം തുണ്ടമാക്കി, എനിക്കിത് കേൾക്കണ്ട, ഞാനിത് കുറെ കേട്ടറിലാണ്. എന്താണ് കേട്ടിട്ടുള്ളത്? ഞാന് ദുരാഗ്രഹം മൂത്ത് ഞാൻ കുറെ പൈസ കൊണ്ട് പല കമ്പനിയിലും ഇട്ടിട്ടുണ്ടെന്ന്. ദുരാഗ്രഹം കൊണ്ടാണ് ഇടുന്നത്. അങ്ങനെ ദുരമൂത്തിട്ട് ദുർമോഹം ഗർഭം ധരിച്ച് പാവത്തെ പ്രസവിച്ചു എന്ന് പറഞ്ഞ പോലെ ഈ ദുർമോഹം കൂടിയിട്ട് നമ്മൾ പോയി കുറെ കാശ് പല കമ്പനിയിലും ഇട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു നീ 1 വെച്ചാൽ 2, 2 വെച്ചാൽ 3, ഞാൻ ഒരു 10,000 ഇട്ട് പോയി. പിന്നെ വേറൊരു കമ്പനി ഒരുത്തം വന്ന് പറഞ്ഞപ്പോൾ അവിടെ കിട്ടും ഒരു 5,000. അപ്പൊ എനിക്കൊരു 15,000 കിട്ടി. അപ്പൊ ഞാൻ പിന്നെ ദുരമൂത്ത് ഞാൻ ഇങ്ങനെ 100,000 പരിപാടികളിൽ പെട്ട് കുറെ ആളുകളെയും പറ്റിച്ച് ഞാനിപ്പോ പറയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഞാൻ കൂട്ടില്ല, ഞാൻ എന്ന് പറഞ്ഞ വിളിച്ചപ്പാടനെ പോലെ ഇങ്ങനെ വാളെടുത്ത് തുള്ളു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ്. നിങ്ങൾ ജെനുവിൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നോക്കുക. നിങ്ങൾ DXന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് ലോകത്ത് എവിടെയെങ്കിലും കിട്ടുമോ നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കുക. നിങ്ങൾക്ക് കിട്ടൂല, നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ കണ്ടെത്തിക്കൊണ്ടുവരണേ ഞാൻ ആ പണി നിർത്തിക്കോളാം, അന്ന് തന്നെ നിർത്തിക്കോളാം. DXന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് കൊണ്ടുവരണം. നിങ്ങൾക്ക് സാംസങ്ങിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് പോളോ ഷർട്ടിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരാൻ പറ്റും. വാനുവിസിന്റെ കൊണ്ടുവരാൻ പറ്റും. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന വാനുവിസൻ ഇല്ലേ, ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എന്ത് സാധനം വേണമെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ DXന്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ സ്ട്രെങ്ത്. എന്തതിന്റെ കാരണം എന്നറിയോ? ലോകത്ത് PV കൊടുക്കുന്ന സിസ്റ്റമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. PV അല്ലെങ്കിൽ SE. അതിൽ DXN കമ്പനി PV കൊടുക്കും. അപ്പോൾ PV ഉള്ള പ്രൊഡക്റ്റ് മാത്രമേ ഡിസ്ട്രിബ്യൂട്ടർ വാങ്ങിക്കുള്ളൂ. PV ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടർ വാങ്ങിക്കില്ല. PV കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഒറിജിനൽ കമ്പനിയാണ്, അല്ലാണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കമ്പനിക്ക് PV കൊടുക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ അടുത്ത പോയിന്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കസ്റ്റമേഴ്സ് ഷെയർ ദ പ്രോഫിറ്റ് അമംഗ് ദംസെൽസ്. ഈ നിങ്ങൾ ഇപ്പൊ എനിക്ക് 58 വയസ്സുണ്ടെങ്കിൽ ഞാൻ ഈ 58, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എടുത്ത് നോക്കും, നിങ്ങൾക്ക് ഒരു 50 വയസ്സുള്ള ആളാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ 50 വർഷമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീടിനടുത്തുള്ള പലചരക്ക് കടയിൽ നിന്ന് വർഷങ്ങളായിട്ട് നിങ്ങൾ അരിയും സാധനങ്ങളും വാങ്ങിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ ഇതുവരെ വാങ്ങിച്ച് ഭക്ഷിച്ച് കഴിഞ്ഞു നിങ്ങളുടെ കുടുംബം. ലക്ഷക്കണക്കിന്, കൈ കണക്കില്ല. നിങ്ങൾ ഉണ്ടാക്കിയ പൈസയുടെ നല്ലൊരു ശതമാനവും തിന്നാനാണ് വീട്ടിൽ. തിന്ന് ഈ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ നിങ്ങളുടെ കുടുംബത്തിന്റെ ആൾക്കാരെയൊക്കെ ലക്ഷക്കണക്കിന് രൂപ പോയിട്ടുണ്ട്. ഈ ലക്ഷക്കണക്കിന് രൂപ ഇതുവരെ നിങ്ങൾ മാത്രമായിട്ട് ഒരു കടയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ, കടക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 3,000 രൂപ കിട്ടിയിട്ടുണ്ടാ? 3,000 രൂപ ലാഭം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും തന്നിട്ടുണ്ടാ? എങ്കിൽ കേട്ടോ, DXN കമ്പനിയിൽ ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ, ഞാനും എൻ്റെ ഫാമിലിയും കൂടി ഉപയോഗിച്ച ഉൽപ്പന്നങ്ങൾ, അതുമേലെ എനിക്കൊരു പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് എനിക്ക് തരും. ഇത് കൂടാതെ ഈ DXN കമ്പനിയിൽ ഈ 180 രാജ്യത്ത് ആ കമ്പനിയുടെ ഓഫീസുകളിൽ പോയി, ഷോപ്പുകളിൽ പോയി, ഔട്ട്ലെറ്റുകളിൽ പോയി ആളുകൾ വാങ്ങിച്ചു കൂട്ടിയ മൊത്തം കച്ചവടത്തിന്റെ 1% കൂടി എനിക്ക് കിട്ടുന്നുണ്ട്. ഇതേത് സിസ്റ്റത്തിലാണ് കിട്ടുന്നത്? നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കുമ്പോഴാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ജ്വല്ലറി പോയിട്ടുണ്ടാവും. ജ്വല്ലറി ചെന്ന് കഴിയുമ്പോഴേക്കും എത്രയും മോനെ പൈസ? എല്ലാം കൂടി 50,000 കേട്ടോ. ഒരു പവൻ എടുക്കുമ്പോൾ 50,000 വരും കേട്ടോ. അപ്പോൾ 50,000 അല്ലേ? ബില്ല് വേണം ചേട്ടാ, ബില്ല് വേണം അല്ലേ? അപ്പൊ ബില്ലെല്ലാം കൂടി വരുമ്പോഴേക്ക് ഇത്ര രൂപ ആവും കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ നമ്മൾ പറയും അപ്പൊ ബില്ലില്ലാണ്ടാണെങ്കിൽ ഇത് ഇത്ര രൂപ കുറയും.
ഇപ്പൊ ബില്ലില്ലാതെ എസ്റ്റിമേറ്റ് മാത്രം എഴുതി തരുന്ന എത്രയോ സ്ഥാപനങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ വരെ അതിന് കൂട്ടുക്കണല്ലേ, പൈസ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് ചില ചില സ്ഥലങ്ങളിലൊക്കെ ഒരു ബില്ല് ഇൻഷുറൻസുകാർക്ക്, ഒരു ബില്ല് രോഗികൾക്ക്, ഒരു ബില്ല് ഹോസ്പിറ്റലിന്, ഒരു ബില്ല് ഇൻകം ടാക്സുകാരെ പറ്റിക്കാൻ. അങ്ങനെ എത്രയോ ആൾക്കാർ ബില്ലുകൾ 100,000 ബില്ലുകൾ ഉണ്ടാക്കി. ഡി എക്സനിലെ നിങ്ങൾ ഡി എക്സൻ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റോക്കിസ്റ്റ് പറയാനാണ് ബില്ലില്ല, പ്രൊഡക്റ്റ് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അയാൾ തല്ലും. എന്താ കാരണം എന്ന് അറിയുമോ? ബില്ലില്ലാതെ ഒരു പ്രൊഡക്റ്റ് മേടിക്കാൻ ഒരൊറ്റ ഡി എക്സൻകാരനും പഠിച്ചിട്ടില്ല. ബില്ലോടുകൂടിയേ മേടിക്കുള്ളൂ. കാരണം എന്താ അറിയുമോ? ഈ ബില്ലിലാണ് പോയിന്റ് വാല്യൂ ഉള്ളത്. ഈ പോയിന്റ് വാല്യൂ നിർബന്ധമാണ് നമുക്ക്. അല്ലാണ്ട് നമുക്ക് 100% ടാക്സ് കൊടുക്കണമെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടൊന്നും കൊണ്ടൊന്നല്ല. പക്ഷെ പി വി കിട്ടിയാലേ നമുക്ക് ബോണസ് കിട്ടുള്ളൂ. അപ്പോൾ പി വി കിട്ടാൻ വേണ്ടി നമ്മൾ ബില്ല് എഴുതിപ്പിക്കും, ബില്ല് അടിപ്പിക്കും. ബില്ലടിച്ചാൽ സർക്കാരിന് ടാക്സ് പോകും. ഇങ്ങനൊരു സിസ്റ്റം എവിടെ ഉള്ളത്? ഇവിടെ മുഴുവൻ ടാക്സ് വെട്ടിപ്പും ടാക്സ് തട്ടിപ്പും പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ നടക്കുന്നത് കാണുന്നുണ്ട് നമ്മൾ. പക്ഷേ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി ഡി എക്സൺ കമ്പനി ചാള വിറ്റു എന്ന് വെച്ചോ, ചാള. നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് ചാള വാങ്ങിച്ചു കഴിഞ്ഞാൽ ബില്ല് കിട്ടുമോ? എത്ര പേർക്ക് ബില്ല് കിട്ടും? ബില്ല് മേടിക്കാൻ നിൽക്കുമോ? ഡി എക്സൺ ചാള വെക്കുകയാണെന്ന് വിചാരിക്കും. ചാള വെക്കുകയാണെങ്കിൽ നമ്മൾ ബില്ല് മേടിക്കും. എന്താ കാരണം അറിയാമോ? ചാളക്ക് പി വി ഉണ്ട്. 100% ടാക്സ് കൊടുക്കുന്ന ഒരേ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ജെന്യുവിൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി. ഇത് മനസ്സിലാക്കാതെയാണ് ഓരോരുത്തർ കിടന്ന് തലയും കുത്തി മറിഞ്ഞ് മറുകണ്ടം ചാടി പല പരിപാടിയൊക്കെ ചെയ്യണത്. ഗ്ലോബൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലോകത്ത് എവിടെ കിട്ടും ഗ്ലോബലി പോകാനായിട്ട്? ഇവിടെ ഓരോരുത്തരെ ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട വീഡിയോ ജോർജ് കുളങ്ങര പറയുന്നത് കേട്ടില്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകുകയാണ് ആളുകൾ. എങ്ങോട്ടാ? കാനഡ, ഓസ്ട്രേലിയ, എല്ലായിടത്തും 20 ലക്ഷം 30 ലക്ഷം ഒക്കെ കൊടുത്തു പോയി അവിടെ പോയി കിടന്നിട്ട് അവർ ചെയ്യണ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർ ചെയ്യുന്ന ജോലി. അതാണ് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഗ്ലോബൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡി എക്സൺ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഓൺലൈനിൽ പരിചയപ്പെട്ട ആരെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലുണ്ടെങ്കിൽ അവരുമായിട്ട് ബിസിനസ് ഇവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന സംവിധാനം. ഒന്ന് ആലോചിച്ച് നോക്കുക. എക്സ്പോർട്ട് ഇമ്പോർട്ട് ലൈസൻസ് ഒന്നും വേണ്ട. യു കാൻ ഡു യുവർ ഫോറിൻ ബിസിനസ്. ലോകത്ത് ഒരു കമ്പനിക്കുള്ളത്തെ കാര്യം അത്. അതായത് ഉഗാണ്ടയിൽ ഇരിക്കുന്ന ഒരുത്തൻ കാപ്പി കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാക്കനാട് ഇരിക്കുന്ന രാജുവിന് കാശ് കിട്ടണം. ഒന്ന് ആലോചിച്ച് നോക്കി. നൈജീരിയയിൽ ഒരുത്തൻ കുളിച്ചാൽ അങ്ങ് വാഴക്കാലയിൽ ഓലിക്കുഴി പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന സിറാജുദ്ദീൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ വന്നു വീഴും. നിങ്ങളൊന്ന് കാണിച്ചേ എനിക്ക് ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഉള്ളതെന്ന്. ഇങ്ങനൊരു സംവിധാനത്തിന് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? എത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും? ഈ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. പക്ഷെ ഇത് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉപയോഗിച്ചോ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. ഡി എക്സൺ കമ്പനിയിൽ ഒരാൾ വന്നു കഴിയുമ്പോൾ ഞാൻ നേരത്തെ 26 ചോദ്യങ്ങൾ നിങ്ങളെ കാണിച്ചു. 26 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൽ പൊട്ടിപ്പോയ ആളാണ് ഞാൻ. നമ്മുടെ വ്യക്തിത്വം ഒരു വികാസം ഉണ്ടാകാൻ വേണ്ടിയിട്ട് മറ്റുള്ള ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോഴാണ് നമുക്ക് വ്യക്തിത്വ വികാസം ഉണ്ടാകുന്നത്. ജനങ്ങളുമായിട്ട് ഇടപഴകാത്ത ഒരാൾക്ക് വ്യക്തിത്വ വികാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. വ്യക്തിത്വമേ വേണ്ട, ജനങ്ങളുമായിട്ട് ഇടപഴകുന്നില്ലല്ലോ. അപ്പോൾ വ്യക്തിത്വം അത് നന്നായിട്ട് അത് ഒരു വ്യക്തിത്വ വികാസം വേണം, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ആളായിരിക്കണം. നേരത്തെ നമ്മൾ ആ 26 ചോദ്യങ്ങൾ പറഞ്ഞതിൽ നമ്മുടെ അഹങ്കാരത്തിന് കുറവ് വരാൻ തുടങ്ങും. നമ്മൾ രണ്ടാമത്തത്, നമ്മൾ മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങും. മറ്റുള്ളവരിലെ നന്മ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ, നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ നമ്മൾ പരിശീലിക്കും. വീട്ടിൽ ചിലപ്പം ഇതുവരെ കേട്ട് വന്നത് തെറി മറ്റുമൊക്കെയാണ്. നമ്മുടെ കൂട്ടുകാരും ഒക്കെ ചിലപ്പോൾ തെറി പറയുന്നത് കേട്ടായിരിക്കും നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഡി എക്സൺ പോലുള്ള ഒരു കമ്പനിയിലേക്ക് വന്ന് കയറി കഴിയുമ്പോഴേക്കും നമ്മൾ ആ തെറി പറയുന്നതൊക്കെ നിർത്താൻ തുടങ്ങും. നമ്മൾ കുറെ കൂടി മാന്യമായ ഭാഷകൾ ഉപയോഗിക്കാൻ തുടങ്ങും, സഭ്യമായ ഭാഷകൾ ഉപയോഗിക്കാൻ തുടങ്ങും. നമ്മുടെ ഡ്രസ്സിങ്ങിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. നമ്മുടെ നടപ്പ്, നമ്മുടെ ഇരിപ്പ്, നമ്മുടെ ഭാവം, ഇതിനെല്ലാത്തിലും നമുക്ക് വ്യത്യാസം വരും. അപ്പോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇത് കാശ് കൊടുത്താണ് ഇവിടെ ഓരോരുത്തർ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആക്കിയത്. ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യം ഇത്. നോമിനൽ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്
ഞാൻ നേരത്തെ പറഞ്ഞു 25 ലക്ഷം 30 ലക്ഷം 50 ലക്ഷം ഒക്കെ ഇട്ടിട്ട് വേണം ഒരാൾ ബിസിനസ് ചെയ്യാനായിട്ട്. DXN കമ്പനിയിൽ ഒരാൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു 5000മോ 10,000മോ അങ്ങനെ ഒരു നോമിനൽ കോസ്റ്റ് ആകുന്നുള്ളു. പ്രൊഡക്റ്റ് വാങ്ങിച്ച് വീട്ടിൽ വെച്ച് കുറച്ച് അയാൾ കഴിക്കുക, അയാളുടെ ഫാമിലിക്ക് കൊടുക്കുക, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു 4 ഫാമിലിക്ക് ഇതൊന്ന് കൈകാര്യം ചെയ്യാനായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറയുക. പല്ലേക്കുന്ന പേസ്റ്റ്, കുളിക്കുന്ന ഒരു സോപ്പ്, നേരത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സൂപ്പർ ഫുഡ് എന്ന് പറയുന്ന മലയാള മനോരമയിൽ വരുന്നു സ്പൈസ് സൂപ്പറാഹാരം എന്ന് പറയുന്നു. ആരോഗ്യമാസികകൾ, മാതൃഭൂമിയുടെ ആരോഗ്യമാസികകൾ പറഞ്ഞു ആരോഗ്യ വിപ്ലവത്തിന് വേണ്ടിയിട്ട് സ്പൈറുലിന ഇതാ വരുന്നു. കേരള ശബ്ദത്തിൽ സ്പൈറുലിന ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ പേജാണ് മുഴുവൻ കൊടുത്തത്. ഇൻസാമിൻ്റെ ഒരു പ്രോഗ്രാം, DXൻ്റെ പേരൊക്കെ ഉണ്ട് അതിനകത്ത്. ഇത്തരം വലിയ 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 പ്രോഗ്രാമുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. നോമിനൽ സ്റ്റാർട്ടപ്പ് കോസ്റ്റ് ഈ സ്പൈറലിന എന്ന് പറയുന്ന ഒരു സാധനം, ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള 3-4 പ്രോഡക്റ്റുകൾ. ഇനി ടീ വേണമെങ്കിൽ ടീ, ഗ്രീൻ ടീ, ഗാനോഡർമ ചേർന്ന ഗ്രീൻ ടീ ലോകത്ത് ആകെ DXന് മാത്രമേ ഉള്ളൂ. ഇനി മസാല ഡിപ് ടീ, പനിയും ചുമയും ജലദോഷവും ഒക്കെ ഉള്ള സമയത്തൊക്കെ ഈ മസാല ഡിപ് ടീ നമ്മൾ കയ്യിൽ കൊണ്ടു നടക്കുക. എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം മേടിച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ തന്നെ ഞാൻ 2 ഉണ്ടാക്കാറുണ്ട്. അത്രയും കടുപ്പത്തിൽ നമുക്ക് കിട്ടും. ഒരു 50-60 ചായ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെറിയ പാക്കറ്റ് അത് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ചൂടുവെള്ളം മാത്രം കിട്ടിയാണ്. നോമിനൽ സ്റ്റാർട്ടപ്പ് കോസ്റ്റ്, ചെറിയൊരു സ്റ്റാർട്ടപ്പ് കോസ്റ്റ് വരുന്നുള്ളു. എന്താ നഷ്ടമുള്ളത് ഇതിനകത്ത്? ഇത് വിറ്റഴിക്കാൻ പറ്റിയില്ലെങ്കിൽ തിന്നെങ്കിലും തീർക്കാമല്ലോ. ഇനി തിന്നും തീർക്കണ്ട, ഇനി ഞാൻ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുത്ത് കാശും മേടിച്ച് നിർത്തിപ്പോവാം DX. അത്രയും സാധ്യതയുള്ള ഒരു പ്രോഗ്രാം എവിടെയുള്ളത്? ലെസ് ഇൻവെന്ററി. നമുക്ക് ഇതിനു വേണ്ടിയിട്ട് വലിയ സ്റ്റോക്കിന്റെ ആവശ്യമില്ല, വലിയ ഒരു കടയുടെ ആവശ്യമില്ല, ഒരു ഒരു എന്താ പറയുന്നത്, ഒരു ഗോഡൗൺ എടുക്കേണ്ട ആവശ്യമില്ല, ഒരു വണ്ടി എടുക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം നമുക്ക് അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഇതിനകത്ത് വേണ്ടി കിടന്ന് നമ്മൾ മരിക്കണ്ട. നിങ്ങൾക്ക് വീടുണ്ടാ, വീടിനകത്തൊരു കോർണർ ഉണ്ടാ, ആ കോർണറിൽ ഈ പ്രൊഡക്റ്റ് വെക്കുക, നിങ്ങൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പ്രിന്റർ വേണ്ട, നിങ്ങൾക്ക് വേറെ എന്താ പറയുന്നത്, ഒരാളെ ജോലിക്ക് നിർത്തേണ്ട, വീട്ടിലുള്ള ആൾക്കാർ മാത്രം മതി. നോ റിസ്ക്. അതുകൊണ്ട് തന്നെ റിസ്ക് ഇല്ല. റിസ്ക് എവിടെ വരുന്നത്? റിസ്ക് വരുന്നത് കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ ഞാൻ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോവില്ല എന്നുള്ള പേടി. അതാണ് റിസ്ക്. ഇവിടെ എന്താ റിസ്ക് ഉള്ളത്? നത്തി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ DXM പോലുള്ള ഒരു കമ്പനിയെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. കാരണം ഇതിന്റെ സ്പെഷ്യാലിറ്റി ഇതൊക്കെയാണ്. ഈ എല്ലാ സ്പെഷ്യാലിറ്റികളും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു കമ്പനികൾ, അതിന്റെ പേരാണ് DX. ഇതിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് 9 മാസം കൊണ്ട് ഒരു 40,000 രൂപ മാസം കിട്ടുന്ന ഒരു ഫോർമുല ഉണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 മാസം കൊണ്ട് 20 ഉപഭോക്താക്കളെ കൊണ്ടുവരിക. നമ്മുടെ കാപ്പിയോ ചായയോ ചായയല്ല, നമ്മുടെ പേസ്റ്റോ സോപ്പോ എന്തെങ്കിലും ഉപയോഗിക്കുന്ന, അല്ല സ്പൈറലിന ഉപയോഗിക്കുന്ന 20 പേർക്ക് മുമ്പ് തന്നെ ആകും. ഇത് ഒരു 6 പേര് സ്പൈറലിന മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ ബിസിനസ് വരും. ഒരു 5000 പേഴ്സണൽ PV കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തി നോക്കുക. അതിൻ്റെ ഒരു ഫോർമുലയാണ് 3 മാസം കൊണ്ട് 20 കൺസ്യൂമർ 5000 PV. അതാണ് 3, 20, 5K. അടുത്ത സ്റ്റെപ്പ്, അടുത്ത 3 മാസം, ആദ്യത്തെ 3 മാസം കഴിഞ്ഞു. അടുത്ത 3 മാസം കൊണ്ട് ചെയ്യേണ്ടത് ഈ 3, 20, 5 എന്ന് പറയുന്നത്, അതായത് 3 മാസം കൊണ്ട് 20 കൺസ്യൂമറെ കൊണ്ടുവരികയും 5000 ഫോളോ ചെയ്യുന്നതുമായ 5000 PV ചെയ്യുന്നതുമായ ഒരു 6 ഡിസ്ട്രിബ്യൂട്ടർമാരെ കൊണ്ടുവരിക. അതാണ് നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ചെയ്തത് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏകദേശം നമ്മുടെ സിറ്റുവേഷൻ വരുന്നത്, നമ്മുടെ കൂടെ 6 പേരുണ്ടാവും. ഒരു 20,000 PGPV, അതായത് ഗ്രൂപ്പ് PV നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അടുത്ത ഒരു 3 മാസം, അതായത് 9 മാസമാണല്ലോ, 3 മാസം, പിന്നത്തെ ഒരു 3 മാസം, ഈ നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് 3 മാസം കൊണ്ട് 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ടുവന്ന് 20,000 PGPV ചെയ്യുന്ന 12 ഡിസ്ട്രിബ്യൂട്ടർമാർ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായാൽ നിങ്ങൾക്ക് എല്ലാ മാസവും 40,000 രൂപ വരുമാനം ഉറപ്പാണ്. അടുത്തത് 2 വർഷം കൊണ്ട് ഈ 3, 6, 20 ഫോളോ ചെയ്യുന്ന 144 പേര് വരും.
നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ 2 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ മാസ വരുമാനം ലഭിക്കും. എൻ്റെ ചോദ്യം ഇതാണ്, കഴിഞ്ഞ 2020 മുതൽ 25 വരെ എന്തെങ്കിലും ഒരു ഇരട്ടിയാക്കാൻ പറ്റിയോ നമ്മുടെ ഇൻകം? 2020 എനിക്ക് കിട്ടിയിരുന്നത് 30,000 ആയിരുന്നു, ഇപ്പം എനിക്ക് 60,000 കിട്ടുന്നുണ്ട്. അന്ന് എനിക്ക് കിട്ടിയിരുന്നത് 40,000 ആയിരുന്നു, എനിക്കിപ്പോൾ 80,000 കിട്ടുന്നുണ്ട് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? അത്രയും വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു 10% കൂട്ടാൻ പറ്റുമോ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റുമോ? ഈ ഒരു ഫോർമുല നിങ്ങൾ പറ്റുമെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുക. ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്ന ആളുകളുമായിട്ട് ഒന്ന് ചർച്ച ചെയ്യാം കേട്ടോ. ഞാൻ ഇതിപ്പോൾ 40,000 രൂപ കിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് 3 മാസം കൊണ്ട്. ഇനി ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ DXL വന്ന് DXL ജോയിൻ ചെയ്ത് ആദ്യത്തെ മാസം 453 രൂപ കിട്ടി, രണ്ടാമത്തെ മാസം 1,350 രൂപ കിട്ടി, മൂന്നാമത്തെ മാസം 6,500 രൂപ കിട്ടി, നാലാമത്തെ മാസം 11,500 രൂപ കിട്ടി, അഞ്ചാമത്തെ മാസം 43,500 രൂപ കിട്ടി, ആറാമത്തെ മാസം 41,000 കിട്ടി, ഏഴാമത്തെ മാസം 1,09,000 കിട്ടി. ഞാൻ നിങ്ങളോട് പറഞ്ഞത് 9 മാസം കൊണ്ട് 40,000 രൂപ ഉണ്ടാക്കണ കാര്യം. ഞാനിത് 2000-ൽ മേടിച്ച കാശിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അന്ന് 400 രൂപയാണ് ഗ്രാമിന് സ്വർണത്തിന്. അതായത് ഇന്ന് 40,000 എങ്കിലും മേടിക്കണ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. 40,000 വലിയ എമൗണ്ടാണ് ഇപ്പോഴും. അപ്പൊ എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇതിന്റെ സീക്രട്ട്. ഫാമിലി മീറ്റ് ഈസ് എ സീക്രട്ട്. അതായത് ഞങ്ങൾ എല്ലാവരും ചെയ്ത് വിജയിച്ച ഫോർമുലയാണ്. ഞങ്ങൾ DXL മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം ഞങ്ങൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങൾ, എൻ്റെ അയൽപക്കത്തെ 4 കുടുംബങ്ങൾ, എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എൻ്റെ റിലേഷനിലുള്ള ഒരു 3-4 പേര്, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയിരിക്കുന്നതിനാണ് ഫാമിലി മീറ്റ് എന്ന് പറയുന്നത്. ഇനി ആരും വന്നില്ല, നാട്ടുകാരൊക്കെ ആയിട്ട് ശത്രുതയിലാണെങ്കിലും സ്വന്തം വീട്ടിൽ ഫാമിലി ആയിട്ടിരുന്ന് ഈ ബിസിനസിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഫാമിലി മീറ്റ്. ഇത് ഒരു ഫാമിലി മീറ്റ് നടത്തുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ബിസിനസ് എന്ന് പറയുന്നത്, ഒരു മാസം കൊണ്ട് കിട്ടുന്ന ബിസിനസ് എന്ന് പറയുന്നത് 3,000 to 5,000 PV ആണ്. ദാറ്റ് മീൻസ് ഒരു 9,000 മുതൽ 15,000 രൂപ വരെ കച്ചവടം ഒരു ഹൗസ് മീറ്റിങ്ങിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 10 ഹൗസ് മീറ്റിംഗ് നടത്തുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു 90,000 രൂപ മുതൽ 1,50,000 രൂപ വരെയുള്ള കച്ചവടം നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നത്. ഹൗസ് മീറ്റിങ്ങിന്റെ എണ്ണം നമ്മൾ കൂട്ടുക. നമുക്ക് ഒറ്റയ്ക്ക് 10 എണ്ണമൊക്കെ നടത്താൻ പറ്റുള്ളൂ ഒരു മാസം, അതിൽ കൂടുതൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ ഹൗസ് മീറ്റിംഗ് നടത്താൻ പറ്റിയ ആളുകളെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു 5 പേരെ കൊണ്ടുവന്നു. ആ 5 പേര് 10 ഹൗസ് മീറ്റിങ്ങുകൾ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അവർ 50 ഹൗസ് മീറ്റിംഗ് ആയി, ഞാൻ 10 ഹൗസ് മീറ്റിംഗ് ആയി, ഞങ്ങൾ 60 ഹൗസ് മീറ്റിംഗ് നടത്തുന്നത്. അപ്പം 60 ഹൗസ് മീറ്റിംഗ് നടത്തുമ്പോൾ 5,50,000 6 ലക്ഷം മുതൽ 10-12 ലക്ഷം രൂപയുടെ ടേൺ ഓവറാണ് നമുക്ക്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേറെയും കുറഞ്ഞിരിക്കും, പക്ഷെ ഒരു 5,50,000 6 ലക്ഷത്തിന്റെ ടേൺ ഓവർ നമുക്ക് വരും. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഇൻകം എന്ന് പറയുന്ന 50,000 രൂപ 60,000 രൂപ റേഞ്ചിലേക്ക് എൻ്റെ ഇൻകം മാറും. ഇങ്ങനെ ഫാമിലി മീറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇൻകം വരുന്നത്. ഫാമിലി മീറ്റ് ഇല്ലെങ്കിൽ ഒരു പൈസയും കിട്ടൂല. ഫാമിലി മീറ്റ് ആണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സാധനം. കാരണം ഒരു ഫാമിലിയിലാണ് ആളുകൾ തമ്മിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കി ഡെമോ ചെയ്ത് കൊടുത്ത്, സോപ്പ് മുഖത്ത് തേച്ച് കാണിച്ചു കൊടുത്ത്, ദെൻ സോപ്പ് കൊണ്ട് ഫേഷ്യൽ ചെയ്ത്, പേസ്റ്റ് കൊണ്ട് നമ്മുടെ പല ആപ്ലിക്കേഷൻസ് കാണിച്ച് പേസ്റ്റിന്റെ ഉപയോഗം പറഞ്ഞ് മനസ്സിലാക്കി, പേസ്റ്റ് കൊണ്ട് പല്ല് തേപ്പിച്ച് അതിന്റെ ഫീലിംഗ് മനസ്സിലാക്കിച്ച്, ദെൻ ചായ ഉണ്ടാക്കി കൊടുത്ത് ചായ കുടിപ്പിച്ച്, സ്പൈറലിനെ തിന്ന് കാണിച്ച്, കുട്ടികൾ കഴിക്കുന്നത് കാണിച്ചു കൊടുത്ത് നമ്മുടെ അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ തമ്മിൽ സംസാരിച്ചും മറ്റുള്ളവരിലേക്ക് കോൺഫിഡൻസ് പാസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ പ്രൊഡക്റ്റ് കഴിച്ച് നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ വേറൊരാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. ഇത്തരം പ്രൊഡക്റ്റുകൾ 6 പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്യുക നിങ്ങൾ. സോപ്പ്, ടൂത്ത് പേസ്റ്റ്, മസാല ഡിപ്റ്റി, ഗ്രീൻ ഡിപ്റ്റി, റീഷി ഗാനോട്ടി, സ്പൈർലീന 360 വലിയ ബോട്ടിൽ. ഇത്രയും കാര്യങ്ങളാണ്. ഈ 6 പ്രൊഡക്റ്റ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ 3,293 രൂപ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ നമുക്ക് ഇത് 1,700 SVയും 1,040 PVയിൽ നമുക്ക് കിട്ടും. മിനിമം 1000 PV ചെയ്താലാണ് കമ്പനി നമുക്ക് ബോണസ് തരുന്നത്. അപ്പൊ ഇത്തരത്തില് നിങ്ങൾക്ക് ബിസിനസ് ചെയ്ത് ഒരു 9 മാസം കൊണ്ട് തന്നെ നല്ലൊരു വരുമാനത്തിലേക്ക് എത്താനും, ഒപ്പം തന്നെ
ഒരു 2 വർഷം കൊണ്ട് ഒരു 2 ലക്ഷം രൂപയെങ്കിലും മിനിമം നമുക്ക് മാസ വരുമാനത്തിലേക്ക് ഒരു 144 മെമ്പേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇത് ഇപ്പൊ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 2025 ആവും, 2026 ആവും, 2026, 2030 ആവും. ചെയ്യുന്നവരുണ്ടാവും, ചെയ്യുന്നവരിത് ചെയ്യും, അത് വിജയിക്കും. 2030 ആകുമ്പോൾ അവരേതെങ്കിലും പുതിയ രാജ്യത്ത് DXN കമ്പനി അവരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പം ഞാൻ DXN കമ്പനിയിൽ വന്നിട്ട് ഒരുപാട് രാജ്യങ്ങൾ എനിക്ക് പോകാനായിട്ട് സാധിച്ചു. ഞാൻ എൻ്റെ കഥ പറയുന്നത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മറ്റുള്ളവർ ഒരുപാട് പേരുണ്ട് എൻ്റെ കൂടെ വന്നത്. ഇനി ഒരു ആളുടെ അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അയാള് ആക്ച്വലി ചെയ്തതെന്ന് പറഞ്ഞാൽ DXN കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്ത് 12 വർഷം കഴിഞ്ഞ് ജോയിൻ ചെയ്ത ആളാണ് അയാൾ. അയാള് എന്നേക്കാൾ കൂടുതൽ വരുമാനം മേടിക്കുന്നു. ലോകത്ത് ഒരു കമ്പനിയിലും ഇത് നടക്കില്ല. DXNൽ മാത്രമേ കൊടുക്കുള്ളൂ. അതായത് ഈ 2025 ജോയിൻ ചെയ്യുന്ന ഒരാൾ അടുത്ത 2 വർഷം കഴിയുമ്പോൾ വരുമാനത്തിൽ എന്നെ ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. 25 വർഷമായിട്ട് പണിയെടുക്കണവനെ ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഇപ്പം ഞാനൊരു വീഡിയോ നമ്മുടെ DXN ആളുകൾക്ക് അയച്ചുകൊണ്ട്, ഹുദ എന്ന് പറയുന്ന ഒരു ലേഡി, അവരൊക്കെ ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് 10-15 വർഷം കഴിഞ്ഞ് DXNൽ വന്ന ആൾക്കാരാണ്. അവരൊക്കെ ഞങ്ങൾ വാങ്ങിക്കുന്നതിന്റെ 10 ഇരട്ടിക്കാണ് നിങ്ങൾ വാങ്ങിക്കണത്. അപ്പൊ ഇതെന്താ ഇതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ കാരണം ആരാണോ നന്നായി വർക്ക് ചെയ്യുന്നത് അയാൾക്ക് ഈ കമ്പനിയിൽ ആദ്യം വന്ന ഒരാളെക്കാൾ കൂടുതൽ 10 ഇരട്ടിയോ 100 ഇരട്ടിയോ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും. ഇതാണ് ജെനുവിൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സിസ്റ്റം. അല്ലാതെ ആദ്യം വന്നവൻ തന്നെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും, അല്ലാത്തവരൊന്നും തിന്നാൻ പറ്റില്ല, അങ്ങനെ ഇല്ല. ഇത് എല്ലാവരും പറയുന്ന കാര്യമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വന്നവൻ തിന്നും, പിന്നെ രണ്ടാമത് വന്നവന് അധികം കിട്ടൂല കേട്ടോ, വീട്ടിൽ ലാസ്റ്റ് വന്നവൻ പറ്റിക്കപ്പെടും. ഇങ്ങനെയാണ് നെറ്റ്വർക്കിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ ഇതല്ല. ഇത് ഏറ്റവും അവസാനം വന്നവൻ ഏറ്റവും ആദ്യം വന്നവൻ ഓവർടേക്ക് ചെയ്യുക. എന്നാൽ നമ്മുടെ പ്രൊഫസറിനേക്കാൾ കൂടുതൽ വരുമാനം പ്രൊഫസറിന്റെ ടീമിൽ ഈ 8 വർഷം, ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് വന്ന ഒരാൾ പ്രൊഫസറിനേക്കാൾ കൂടുതൽ വരുമാനം മേടിക്കുന്നത്. നമ്മുടെ പ്രൊഫസർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഈ പ്രസ്ഥാനം കൊണ്ടുവന്ന ആള്. അതാണ് ഇത് ഇങ്ങനെയാണ് കമ്മീഷൻ ബോണസ് വരുന്നത്. ഇത് ഒരു 4,96,000 രൂപയുടെ ഒരു ബോണസാണ് ഈ വന്നതിന്റെ ഒരു ഇതാണ് കാണിക്കുന്നത്. ഇതൊരു 5,89,000 ദെൻ ഇതൊരു ഫോറിൻ ബോണസ്. ഇതൊരു 7,81,000 രൂപ കിട്ടിയ ഒരു കണക്കാണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. DXN കമ്പനി ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വരുമാനം ഉണ്ടാക്കാൻ, ആരോഗ്യം ഉണ്ടാക്കാൻ. ഇനി ഇത് കടൽപ്പായലിൽ നിന്ന് കോവിഡ് പ്രതിരോധ മരുന്ന് പ്രബന്ധത്തിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം. ഈ സ്പൈർലിനയുടെ കാര്യം പറയുന്നത്. ദെൻ സ്പൈർലിൻ ദ മോസ്റ്റ് എഫിഷ്യന്റ് ഇമ്മ്യൂണിറ്റി എൻഹാൻസർ ആൻഡ് ടൈം ടെസ്റ്റഡ് ആന്റിവൈറൽ റെമഡി, എ പൊട്ടന്റ് ടൂൾ ടു കോംബാറ്റ് COVID-19 ഗ്ലോബൽ പാൻഡമിക്. ഇത് ഞാനല്ല പറഞ്ഞത് കേട്ടോ. സപ്പോർട്ട് ഇംസാം എന്ന് പറയുന്നത് ഈ പറയുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ ഒക്കെ കീഴിൽ വരുന്ന സംഭവമാണ്. അപ്പൊ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഇവിടെ എന്നെ കേട്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു. നിങ്ങളെ കൊണ്ടുവന്ന ആളുകൾക്ക് നന്ദി പറയുക. നിങ്ങളെ ഈ മീറ്റിംഗ് അറിയിച്ച ആളുകൾക്ക് നന്ദി പറയുക. തീർച്ചയായിട്ടും എന്നെ ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവന്ന ആളോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ ഉയർത്തിയാൽ നമുക്ക് സമയം കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ടീമിലുള്ള മെമ്പേഴ്സിനോട് ചോദിക്കുക. നിങ്ങളെ കൊണ്ടുവന്ന ആൾക്കാരുമായിട്ട് ഇത് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.